അതൊന്നും സർക്കാരിനും പ്രശ്നമല്ല, പോലീസിനും പ്രശ്നമല്ല. പോലീസ് ഇപ്പോൾ വാപ്പനെ പറ്റി എന്തോ പറയുന്നില്ല, ഈ സ്ത്രീ വാപ്പനെ പറ്റി എന്തോ പറയുന്നില്ല, അത് മാത്രം കേൾക്കുക. ഉമ്മ പഞ്ചസാരൊക്കെ വെറുതെ ചായയിൽ കൂട്ടി തിന്നു. അപ്പോൾ ഉമ്മൻ്റെ അഭിപ്രായം ഷുഗർ കൂടിയാൽ മരിക്കുമല്ലോ, എങ്കിലും മരിച്ചു പോയിക്കോട്ടെ എന്നാ. കോടതിയിൽ ഭയങ്കര വിശ്വാസമുണ്ട്, അത് സുപ്രീം കോടതി വരെ പോകും. ഞാനങ്ങനെ ഫീൽ ചെയ്ത് പറയാം, അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ അവർക്കൊന്ന് പൊരുത്തപ്പെടുന്നു. മരിച്ചു പോയല്ലോ, ഇനി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ സ്ത്രീക്ക് നീതി വേണം. ആ സ്ത്രീക്ക് നീതി കിട്ടണം, ഇതിലെല്ലാ പെണ്ണുങ്ങൾക്കും നീതി കിട്ടണം. അപ്പം നമ്മൾ കൊള്ളസംഘത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞ പോലെ ആവും സിനിമക്ക് ഇനി ഇറങ്ങുമ്പോൾ. അപ്പോൾ സ്ത്രീകളുള്ള പടാകുമ്പോൾ നമ്മൾ പ്രത്യേക എഴുതി വാങ്ങണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫുള്ള് ലൈഫിൻ്റെ ഒരു തണൽ ഒരു കൺട്രോൾ വാപ്പേനെ. വാപ്പ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള മാതിരി പോയി. നമസ്കാരം. നമുക്കറിയാം, വലിയ വിവാദങ്ങൾ നടക്കുകയാണ് സിനിമാ മേഖലയിലെ വിഷയങ്ങൾ. ഹേമ കമ്മിറ്റി വിഷയം, അതിന് തൊട്ട് പിന്നാലെ ചില സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയ നമ്മളെന്നും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കയുടെ ഒരു വിഷയം നമ്മൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ നിസാർ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇട്ടിരുന്നു. അത് വലിയ രീതിക്ക് ചർച്ചയ്ക്ക് വിധേയമായി. ഇന്ന് അദ്ദേഹമാണ് എന്നോടൊപ്പമുള്ളത്. നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി തന്നെ ചോദിക്കാമെന്നുള്ളത്. അതോടുകൂടിയാണ് ഞാൻ കോഴിക്കോട് എത്തിയതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്, മാമുക്കയുടെ വീട്ടിൽ വെച്ച് ഞാൻ കാണുകയാണ്. നമസ്കാരം. നമസ്കാരം. വളരെ വിഷമം ഉണ്ടാവുന്ന ഒരു സങ്കടം അല്ലേ? ഉപ്പ മരിച്ചു പോയിട്ട് ഉപ്പാക്കെതിരെ ഒരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചിരിക്കുന്നു. കൃത്യമായി താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്, എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്, വലിയ ചർച്ചയായിട്ടുണ്ടത്. എന്താണ് ഇങ്ങനെയൊക്കെ? അവരെന്താ പറയുക, ആർക്കും എന്തും പറയാന്നുള്ളൊരവസ്ഥ ഈ കേരളത്തിലുള്ള ഒരു കുഴപ്പമാണ്. രണ്ടാമത്തത് മലയാള സിനിമ എന്നല്ല, ഒരു സെലിബ്രിറ്റി, പ്രത്യേകിച്ച് സിനിമ, അത് ആരെങ്കിലും ഒരാൾ പേര് കിട്ടുമ്പോൾ ആഘോഷിക്കുക എന്നുള്ള മൊത്തം ചാനലായിട്ടും നാട്ടുകാരായിട്ടൊക്കെ ഉള്ള എല്ലാവരും ഒരു താല്പര്യമാണ്. പിന്നെ ഈ അപവാദം പറഞ്ഞ സ്ത്രീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ ന്യൂസ് 18 അവർ കൊടുത്തൊരു ബൈറ്റ് ഉണ്ട്, ഒരു 12 മിനിറ്റ്. അതിപ്പോൾ ന്യൂസ് 18കാർ എന്ത് ചെയ്ത് മാറ്റി. അവർ മാറ്റാൻ ധൈര്യമില്ലെങ്കിൽ ആദ്യം ഇടാൻ പാടില്ല. അല്ലെങ്കിൽ അവർ കമ്മീഷൻ ഓഫീസിൽ സ്ഥിരമായിട്ട് പായസം വെക്കുന്ന ആളാണ് അവരും അമ്മയും. കമ്മീഷൻ ഓഫീസിൽ ആർക്കും അവരെ പരിചയമില്ല. ഈ വനിതന്റെ അമ്മ 20 ഉറുപ്പ്യക്ക് ഇവർ 30 ഉറുപ്പ്യക്കും പായസം അവിടെ വെക്കുന്നത് ഇവർ പറയുന്നുണ്ട്. ആ 12 മിനിറ്റ് വീഡിയോ അതിൽ പറയുന്നുണ്ട്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ 27 അന്ന് രാത്രി പരാതി കൊടുക്കാൻ പോയിട്ട് ഒരു മണിക്കൂർ അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്യിച്ചല്ല. കമ്മീഷണർ നാരായൺ സാർ അവിടെ മറ്റുള്ള എന്നെക്കാൾ മുന്നേ വന്ന ആൾ നോക്കി ഞാൻ അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ എനിക്ക് പരിചയമുള്ളതില്ലാത്തതൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇവരെ പരിചയമില്ല. അപ്പോൾ കമ്മീഷൻ ഓഫീസിൽ ഇതുവരെ അങ്ങനെ ഒരാളറിയില്ല. പിന്നെ കമ്മീഷൻ ഓഫീസിൽ കാലങ്ങളായിട്ട് പായസം കൊടുക്കുന്ന ആൾക്ക് 10 കൊല്ലം മുന്നേ സംഭവിച്ചത് അവിടുത്തെ റേറ്ററോടെങ്കിലും പറയായിരുന്നു, അതവർ പറഞ്ഞില്ല. പിന്നെ ഇവർ 3-ാം മിനിറ്റിൽ പറയുന്നുണ്ട്, ഇവരൊരു കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്യാനൊരു ഡയറക്ടർ കിട്ടി ഇവർക്ക്. ഈ ഡയറക്ടർ കിട്ടിയപ്പോൾ ഡയറക്ടർ ഇവരോട് ശരീരം ചോദിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ തട്ടിക്കളിച്ച്, പിന്നെ നമ്മൾ കിലുക്കൊക്കെ കാണുന്ന ഒരു പ്രതീതിയല്ലേ, ചിരിച്ച് കളിച്ച് നമ്മളൊരു മാനസികവശം. നല്ലൊരു സ്ത്രീ 354 നിയമമൊക്കെ നിൽക്കുന്നത് ഈ നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ നല്ല പെണ്ണുങ്ങൾക്കാണ്, കുലസ്ത്രീകൾ നല്ല സ്ത്രീകൾക്ക് തന്നെയാണ്. അത് അവർക്കാരും തമ്മാടികളിൽ നിന്നുള്ള അപമാനം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഈ നിയമം ഇതാക്കേണ്ടത്, അല്ലാതെ ഇത് മിസ്യൂസ് ചെയ്യാൻ അല്ല. അപ്പോൾ ഇവർക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പറയുകയാണ് 3-ാമത്തെ മിനിറ്റിൽ ആ വീഡിയോയിൽ ഇവർ പറയുകയാണ്, ഈ ഡയറക്ടർ ഇവരെ പടം ചെയ്യണമെങ്കിൽ ഞാൻ ഇവരെ വേണോ, അല്ലെങ്കിൽ ഒരു പകരം ഒരു സ്ത്രീനെ തരട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ അതിന് ഇവർ ചോദിക്കുക. അതിൻ്റെ അർത്ഥം എന്താ ഇല്ലെന്ന് പറഞ്ഞുതരുമോ? അപ്പോൾ അവർ പറയാം വേണ്ട നിങ്ങളെ തന്നെ മതിയെന്ന്. വേറൊരു സ്ത്രീ ശരിയായി കൊടുക്കാൻ തയ്യാറുണ്ട്, അതിനെന്താ പറയുക, അത് തെറ്റല്ലേ? അതിന് നാടൻ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലേ, പറയാൻ പറ്റൂല. അപ്പോൾ അത് വലിയ തെറ്റല്ലേ? അപ്പോൾ അവരെ കാര്യം സാധിക്കാൻ അവർക്കറിയാം അവരെ കാര്യം സാധിക്കാൻ എന്താ വേണ്ടിയെന്ന്, അതവർ സെറ്റ് ചെയ്ത് വെച്ചിക്കണമെന്ന് അവർ പറയണത്. അപ്പം ഞാനല്ല വേറൊരാളെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീക്കൊരു കുടുംബമില്ലേ, അവർക്കൊരു ചാരിത്രമില്ലേ, അവർക്കൊരു മാനവും ഓരോ സമുദായം, ഇങ്ങനെ കുറേ വ്യവസ്ഥകളുണ്ടാവില്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും സർക്കാരിനും പ്രശ്നമല്ല, പോലീസിനും പ്രശ്നമല്ല. പോലീസ് ഇപ്പോൾ വാപ്പനെ പറ്റി എന്തോ പറയുന്നില്ല, ഈ സ്ത്രീ വാപ്പനെ പറ്റി എന്തോ പറയുന്നില്ല, അത് മാത്രം കേൾക്കുക, ബാക്കിയൊന്നും കേൾക്കണില്ല. ഇവർ പറഞ്ഞ കളവൊന്നും കേൾക്കണില്ല. അതങ്ങനെ ഒരു വശം. പിന്നെ ഇവർ ഇതിൻ്റെ മുകളിൽ 21 ഇത് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മ ഇങ്ങനെ കാലിലൊടി കണ്ടില്ല, കാലിലൊടിഞ്ഞ് എടുക്കുക ഉമ്മറക്കൊക്കെ പോയി എന്നിട്ട്. അപ്പോൾ ശരിയായി. അപ്പോൾ ഒരു മാനസികാവസ്ഥ. പിന്നെ ഉപ്പൻ്റെ ഒരു മരണമോ, അത് ഉപ്പ ഒരു 77 വയസ്സിലപ്പം മരിക്കുന്നത്. 77 വയസ്സ് വരെ ഇപ്പോൾ ഫുൾ ആക്റ്റീവാണ്. ഇപ്പം നമ്മുടെ ബോബനും മോളിയും പോയപ്പം കുട്ടികളൊക്കെ ഉമ്മനേറ്റൊക്കെ. അപ്പോൾ
ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഉപ്പ പോയത്. അപ്പോൾ പോകുമ്പോൾ മറ്റേ ഇത് റിമോട്ട് മാറ്റണോ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിരുന്ന് ഇപ്പനായിട്ട് 6 മണി വരെ ഇവിടെ ഇരുന്ന് വണ്ടി അമ്മോൻ്റെ മോൻ ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യപ്പോൾ വണ്ടി കയറി നടന്ന് വണ്ടി കയറി പോയ ആളാണ്. പിന്നെ രാത്രി ഞാൻ ബഹ്റൈനിൽ അറിയാം അപ്പൊക്കെ ഇങ്ങനെ അറ്റാക്ക് അയക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് അവിടെ അറിയണ ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചിപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കൽ ഭയങ്കര മാനസികവിഷമമുണ്ട്. ഉമ്മക്ക് ഷുഗർ കൂടുതൽ, അതുകൊണ്ടാണ് ഈ കാല് കൂട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഉമ്മ പഞ്ചസാരൊക്കെ വെറുതെ ചായയിൽ കൂട്ടി തിന്നു. അപ്പോൾ കുട്ടികൾ കച്ചറുണ്ടാക്കും അകത്തുനിന്ന്. അപ്പോൾ ഉമ്മൻ്റെ അഭിപ്രായം ഷുഗർ കൂടിയാൽ മരിക്കുമല്ലോ, എങ്ങനെയും മരിച്ചു പോയിക്കോട്ടെ എന്നാ പടത്തേക്ക് പോവാം, അപ്പൻ്റെ അടുത്തേക്ക് പോവാം, എങ്ങനെങ്കിലും മരിച്ചു പോയിക്കോട്ടെ എന്നാ. പിന്നെ മൂത്ത പെങ്ങൾക്ക് 3 മക്കൾ, 2 പെൺകുട്ടികൾ വലുതാ പ്രായപൂർത്തിയായ കുട്ടികളാണ്, ചെറിയ പെങ്ങൾ പ്രായപൂർത്തിയായിട്ട് എനിക്ക് പ്രായപൂർത്തിയായ മക്കളാണ്. ഈ മക്കൾക്കൊക്കെ പുറത്തിറങ്ങണ്ടേ ഇതിന്? പിന്നെ നമ്മൾ ഈ ജനം അതിൽ പുറത്ത് കണ്ടില്ല, ജനം തിങ്ങി താമസിക്കുന്ന ഏരിയ. നമ്മൾ ഈ അരക്കിണർ, വള്ളിക്കണ്ടി, ഇപ്പം ജനിച്ചത് നമ്മൾ ജീവിക്കുന്നൊക്കെ സ്ഥലങ്ങൾ, അവിടെ നിന്ന് ഇവർ വായി തോന്നി വിളിച്ചു പറയണ പോലെയല്ല. ഇനി ഇപ്പം അങ്ങനെ ചെയ്തിക്കണെന്ന് വെക്കുക, ചെയ്തിക്കണ സിനിമാ ലോകം ഒരു മായാലോകമാണ്. അവിടെ നമുക്ക് ആളാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ല. മുമ്പൊരു ചഞ്ചൽ എന്ന് പറയുന്ന നടിയുണ്ട്, ഒരു സിനിമയിൽ അഭിനയിച്ച് എന്ന് സ്വന്തം ജാനകി കുട്ടി, രണ്ടാമതൊരു സിനിമയിൽ അവർ അഭിനയിച്ച സംശയമുണ്ട് എനിക്ക്. പിന്നെ സിനിമ ഇല്ല കേട്ടോ. പിന്നെ അവർ ചെറിയ ഈ TV പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ അവരൊരു ഇൻ്റർവ്യൂവിൽ പറയും സിനിമയിൽ എന്താ അഭിനയിക്കാത്തത്, അല്ലെങ്കിൽ സീരിയൽ സിനിമ അവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവണം, അതുകൊണ്ട് എനിക്കത് പറ്റൂല ആ മേഖല. അപ്പോൾ ഈ മേഖല പറ്റൂല എന്ന് വരുമ്പോഴേ മനസ്സിലാവും. നല്ല സ്ത്രീകൾക്കല്ല, അത്രയും നല്ല സ്ത്രീകളിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മറ്റേ ബിജു മേനോൻ കല്യാണം കഴിച്ചില്ലേ, ഇവിടെ നിന്നല്ലേ കല്യാണം കഴിച്ച്? ജയറാം കല്യാണം കഴിച്ച ഇവിടെ നിന്നല്ലേ? ആരൊക്കെ ഇവിടെ നിന്ന് കെട്ടിക്കുന്നത്? ദിലീപ് കല്യാണം കഴിച്ചില്ലേ? രണ്ടാമത്തെ നടീന്ന് ദിലീപ് ഇവിടെ നിന്ന് തന്നെയല്ലേ കെട്ടി? അപ്പോൾ എല്ലാവരും മോശക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര നമ്മൾ ബഹുമാനിക്കണം. മോശക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കുറച്ച് ഇതിന് ആവശ്യമില്ലാതെ വന്നിട്ട് ഒരു ചെറിയ പൈസയും വാങ്ങി വന്നിട്ട് കുറേ വാടക കൊടുത്തിട്ടും ജീവിക്കാനും വേണ്ടി കഷ്ടപ്പെട്ട് വളരെ മര്യാദയുള്ള കഷ്ടപ്പെടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അവർക്ക് മുഴുവൻ അപമാനമാണ് ഈ വർത്താനം. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോകണോ? പിന്നെ ഇത് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ് 21-ന് പറഞ്ഞിട്ട് അതിൽ പിന്നെ അത് 22, 23, 24, 27 ഞാൻ കേസ് കൊടുക്കുന്നത്. ഈ എല്ലാ സകല ചാനലുകളിലും ഇതിങ്ങനെ പരുക്കുക പല കോലത്തിലും. ആദ്യം പറഞ്ഞത് മോളോട് പറയാൻ പാടില്ലാത്തതുണ്ട്, പിന്നെ പറയുന്നത് മറ്റേ മുഹബത്താണെന്ന് പറഞ്ഞ് ഉറക്കത്ത് കണ്ടെന്ന് പറഞ്ഞ് വേറെ സിനിമ ചാൻസ് തരാമെന്ന് പറഞ്ഞ് ഇതൊന്നും കേസെടുക്കുക. ഇതൊരു സാധാരണ ആളോട് മുഹബത്ത് എന്ന് പറഞ്ഞാൽ ഹറാമല്ല, ഒരു നിഷിദ്ധാക്കിയ വാക്കല്ല, സ്വപ്നം നിഷിദ്ധാക്കിയ വാക്കല്ല. ഇതൊക്കെ മറ്റേ ബലി വെച്ച് ഇതൊക്കെ തെറ്റാണെന്ന് വെച്ചാൽ തെറ്റില്ല, പക്ഷെ ഒരു പെണ്ണിനോട് പറയാൻ പാടില്ല. അപ്പോൾ ആ സ്ത്രീക്ക് എന്ത് ചെയ്യണം? ഇപ്പം അത് പറയുന്നത് ആ സ്ത്രീക്ക് എന്ത് കിട്ടണോ? നീതി കിട്ടണോ? നിർബന്ധമല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ അവർക്ക് തെല്ലുംപാടെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തുടങ്ങിയ പാട് ട്രോള് വന്ന് ബസ്സിനുള്ള ആളുണ്ടാവും, പിന്നെ പറഞ്ഞ് ട്രെയിനുള്ള ആളുണ്ടാവും. ഇപ്പം ഇന്നലെ അതിനകത്തൊക്കെ പറഞ്ഞ് യുദ്ധക്കപ്പൽ കൊണ്ടുവരേണ്ടിയിരുന്നു. ഇപ്പോൾ ഒരു ഇന്നോവക്കുള്ള ആൾ തികഞ്ഞോ? ഇല്ല. മലയാള സിനിമ ഒരു ഇന്നോവക്ക് 7 ആൾ വേണ്ടേ? 7 ആൾ ഇപ്പോഴും തികഞ്ഞില്ല മലയാള സിനിമ എന്ന്. അപ്പോൾ ഇത് ഇനി അടങ്ങും, കെട്ടടങ്ങി പോകും. അപ്പോൾ ഈ സ്ത്രീക്ക് നീതി കിട്ടൂല. അപ്പോൾ ഈ സ്ത്രീ കേസായിട്ട് മുന്നോട്ട് പോകണ്ടേ? അപ്പം എനിക്ക് നഷ്ടപരിഹാരം തന്നെ മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഓർക്കൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ സ്ത്രീക്ക് ഇത് വിട്ടിച്ച് പോകാൻ തോന്നരുത്. ആരെങ്കിലും ഓലെ പേടിപ്പിക്കുക, ഓരോ പ്രലോഭിപ്പിക്കുക ചെയ്ത് പൈസ ഒക്കെ കൊടുത്താൽ ഈ സ്ത്രീ നിർത്തും, ഈ വനിത നിർത്താൻ പാടില്ല. കാരണം ഇത് ഇനി പാടാവണം. മലയാള സിനിമ എന്നല്ല, എല്ലാ ലോകത്തും ഒരു പെണ്ണിനെ കൊള്ള ഒരു കടയിൽ ഒരു പെണ്ണിനെ കയറ്റുകയാണെങ്കിൽ, എല്ലാ കടകളല്ല, ചില സ്ഥലത്ത് സ്ഥാപനങ്ങൾ ജോലിക്ക് കയറ്റാണ് പെണ്ണുങ്ങൾ ആദ്യം കൂടുതൽ. എത്ര പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ കേട്ടില്ല മെനിയാന്ന് AICC ഇതിന് VD സതീശന്റെ പേര് മാത്രം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, പറയാം. ഇനിയിപ്പോൾ ആരും പേടിക്കാൻ പറയല്ലോ, എല്ലാവരുടെ പേരും ബാക്കിയുള്ള ആരുടെ പേരും ആ സ്ത്രീ പറഞ്ഞ സുഹാരേട്ടന്റെ പേര് പറഞ്ഞില്ല. കോൺഗ്രസിലാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഓരോരുത്ത് പുറത്തിട്ട്. അപ്പൊ ധർമ്മജൻ പറഞ്ഞ വിഷയത്തിന് VD സതീശന് തള്ളി പറഞ്ഞ അഭിപ്രായം അയാൾ കോൺഗ്രസ് അല്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ കോൺഗ്രസ് ആണെന്ന് അയാൾ പറയുന്ന സാധനമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അയാൾ കോൺഗ്രസ് തന്നെ ഒറിജിനല്. പക്ഷേ അയാൾ ഈ കാര്യത്തിന് VD സതീശന് ഭയങ്കര താല്പര്യമുണ്ട്. എന്തിന് സിനിമാ നടന്മാരെ ഒന്ന് വണ്ടി കയറ്റണമെന്ന്. അപ്പം എന്താ ഇപ്പം കേസിനെ അവനെ പുറത്താക്കി, ആ സ്ത്രീനെ പുറത്താക്കാൻ പാടില്ലല്ലോ, പുറത്താക്കിയല്ലോ. നിയമം ഏതു ആക്കിയാലും ഇവരൊന്നും എന്ത് ചെയ്യാൻ തളരാൻ പാടില്ല. ഈ സ്ത്രീകളെ കൊണ്ട് ഇനി ഇപ്പം കേസ് കൊടുത്ത പെണ്ണുങ്ങളുണ്ടല്ലോ, അത് എത്ര ആളായാലും, ഒരു 4 ആളായാലും 5 ആളായാലും ഓരെ കൊണ്ട് മലയാള സിനിമയ്ക്ക് നീതി നടപ്പാവണം. മലയാളത്തിൻ്റെ എല്ലാ പാവം പെണ്ണുങ്ങൾക്കും വായി തുറന്ന് പറയാൻ ധൈര്യമില്ലാത്ത, പറയാനും മിടുക്കില്ലാത്ത, പറയാൻ ഭാഷ സംസാരിക്കാൻ അറിയാത്ത, ഭംഗിയിൽ പറയാത്ത പെണ്ണുങ്ങൾക്കൊക്കെ ആര് മാതൃക ആവണോ? ഈ സ്ത്രീകൾ മാതൃക പെണ്ണുങ്ങൾ മാതൃക ആവണോ? അപ്പോൾ ഈ സ്ത്രീക്ക് ഒരിക്കലും നാളെ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് വേണ്ട പോട്ടെ എന്ന് തോന്നാൻ പാടില്ല. അപ്പം ഞാൻ അവരെ പിന്നാലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഈ കേസ് ഇവിടുന്ന് ഒരു വിജയിക്കുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ അവർക്ക് അനുകൂലമാകുമ്പോൾ ഞാൻ
സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ അനുകൂലമായി കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരാൾക്കെതിരെ എന്ത് നടപടി എടുക്കാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിനെന്താണോ പിന്നെ അത് അങ്ങനെ തെളിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് മാപ്പ് പറയണം. എൻ്റെ വാപ്പക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണോ മാപ്പ് പറയണം, പറയണ്ടേ? അതല്ലാതെ വേറൊരു സോഴ്സ് അതിനില്ല. അല്ലാത്ത പക്ഷം ഒരാൾ കുറ്റക്കാർക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ നഷ്ടപരിഹാരം അതിനുള്ള നടപടി ഞാൻ സ്വീകരിക്കും, കോടതി സ്വീകരിക്കും. ഞാൻ കോടതിയിലെ കേസിന് പോകും, നഷ്ടപരിഹാരത്തിന് കേസിന് പോകും. എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടുവാണ്. സിനിമ മേഖലയിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസമൊക്കെ നടികൾ വരുന്നുണ്ട്, ചാർമിള ഉൾപ്പെടെയുള്ള നടികൾ വരുന്നുണ്ട്. എത്രയോ നടികൾ ജനുവിനായ നമ്മൾ കണ്ടിരിക്കുന്ന നായക നടിമാരും. അതിപ്പോൾ ചാർമിള വന്നിരുന്നു, കഴിഞ്ഞ ദിവസം രാധിക പറഞ്ഞിരിക്കുന്നു ക്യാരവാനിൽ ശരത് കുമാറിൻ്റെ ഭാര്യ പറയുന്നു ക്യാരവാനിൻ്റെ ഉള്ളിൽ ഒളിക്യാമറ വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു സീനിയർ ആർട്ടിസ്റ്റുകളെ പറഞ്ഞു. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ തള്ളി പറഞ്ഞതല്ല, അത് സീനിയർ ആർട്ടിസ്റ്റുകളും വന്നു തുടങ്ങുന്നു. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ, എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തൊക്കെ ഉണ്ട്, നിർബന്ധ ഏത് കാലത്തുണ്ട്, ഇന്നൊന്നുമില്ല. അതിൽ കുറേ കേട്ടിട്ടില്ലേ, നമ്മളൊക്കെ മറക്കല്ലേ എല്ലാവരും. അതെ, എല്ലാവരും മറക്കുക. ഇപ്പം നമ്മൾ പത്രങ്ങൾ ആ ശിരൂരിലെ കേസ് കഴിഞ്ഞ അർജുൻ്റെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വയനാട്ടിൽ അനുഭവിക്കുന്ന ആളാണ്. അതിന് വയനാട്ടിലെ സംഭവം ഉണ്ടായിട്ട് എല്ലാവരും ഇപ്പം അത് അമർന്ന് വയനാടിനെ അങ്ങോട്ട് കൊട്ടി ഘോഷിച്ച് ചാനലിലൊക്കെ തന്നെ ഫ്ലോറിൽ ഇരുന്നിട്ട് കരിഞ്ഞു പറഞ്ഞിരുന്നു. ഈ ഒരുപാട് ഈ 24 ചാനലൊക്കെ ഭയങ്കര സങ്കടം വന്നിട്ട് പൊട്ടിക്കരിഞ്ഞിരുന്നെന്ന്. അതൊന്നല്ല, അവിടെ അതിലും വലിയ അവസ്ഥ കഥ. തലയും കയ്യും 150 ബോഡി കയ്യും കാലും തലയില്ലാതൊക്കെ കിട്ടി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായില്ല. ഇന്നും വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ തോട്ടത്തിൽ പണിക്ക് പോണ ഒരു മേഖല വയനാട് ജില്ലയിലുള്ള. പക്ഷേ ഇപ്പോൾ ഹോട്ടല്, റിസോർട്ട്, ലോഡ്ജ്, ഈ റിസോർട്ടും ലോഡ്ജുമായിട്ട് അതിലേക്ക് ടൂറിസം കേന്ദ്രങ്ങൾക്ക് ആൾ വരുന്നതാണ് ഹോട്ടലിൻ്റെ കച്ചവടം. ഹോട്ടലിലെ പച്ചക്കറി കട, ഹോൾസെയിൽ കടകൾ, ഈ മറ്റേ ഹാൻഡിക്രാഫ്റ്റ് വെക്കണം. അല്ലാതെ വയനാട്ടിലേക്ക് എന്തിനാ ഹാൻഡിക്രാഫ്റ്റ്? എല്ലാം അടങ്ങി ഒരു പ്രേതഭൂമി പോലെയായി, പ്രേതനഗരം പോലെ. ആരുമില്ല, ഗസ്റ്റില്ല, ഒന്നുമില്ല. എത്ര ആഴ്ചകളായിട്ട് ഗസ്റ്റില്ല. ശരിക്കും അവിടെ കുറേ അനാഥകൾ വന്ന് ഇനിയിപ്പോൾ എന്ന് ഇതൊക്കെ ഇവർക്ക് തിരിച്ചു വരും? ആ വാർത്ത പെട്ടെന്ന് മാറി നേരെ ഇതിലേക്ക് വന്നപ്പോൾ ഇതങ്ങോട്ട് പോകും. നല്ല ജോലിയായിട്ട് ഉത്സാഹം നമ്മൾ ഇരിക്കുമ്പോൾ ആ വാർത്തയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് പോയി, അതിലേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് തട്ടി വരുന്നുണ്ട്. പക്ഷേ ADGPന്റെ ഒരു സൈഡ് കിട്ടിയെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളാൻ അത് പറ്റില്ല. അത്ര വലിയൊരു സംഭവമായിട്ട് സിനിമാ മേഖലയിൽ ഇത് എന്നും ഉണ്ടാവും. സിനിമാ മേഖല ഒരു കൊഴുപ്പുള്ള ഇത് നല്ലൊരു ഫീൽഡാണ്. ഇഷ്ടംപോലെ പൈസ, പോണോടത്തൊക്കെ ഫോട്ടോ എടുക്കാൻ ഒരു സെലിബ്രിറ്റി മൂഡ് തന്നെ ഭയങ്കര മൂഡാണ്, ഭയങ്കര പോണോടത്തൊക്കെ നമ്മളറിയാതെ വെളുത്ത് ഭംഗി കൂടി സ്റ്റൈലൊക്കെ കൂടി വരും. നല്ല നല്ല വണ്ടികൾ, നല്ല നല്ല സൗകര്യം. പിന്നെ ആരോട് എന്തും ചോദിക്കാന്നുള്ളൊരു ലൈൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കില്ലല്ലോ. 609 മെമ്പർമാരുണ്ട്, അതിൽ 506 മെമ്പർ അമ്മയിൽ ഉണ്ട്. ഇത്തരം ആൾക്കാർക്ക് ബാക്കി എത്ര? അപ്പോൾ ഇത്തരം ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇതിന് കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത ആളുകളാണ്. അല്ല, ഇതിൽ മെമ്പർമാരും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, ചോദിച്ചില്ല. പക്ഷെ ഓരോക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന പെണ്ണുങ്ങളാണോ വല്ല ചോദ്യത്തിന്? അങ്ങനെയല്ലേ പൊതുവെ ചോദ്യം വരുന്നതൊക്കെ. ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ നിൽക്കണില്ലേ, ഓരോ കുറ്റം പറയാം. മോഹൻലാൽ രാജിവെച്ച്, അയാളെ സൗകര്യം രാജിവെച്ച് അതിന് ചോദ്യം ചെയ്യുക. കാരണം നമ്മളല്ല പോറ്റണത്, നാട്ടുകാരല്ല അയാളെ പോറ്റണത്. അതുകൊണ്ട് ആളെയും ചോദ്യം ചെയ്യുക. അയാൾ അയാൾ ഭാര്യൻ്റെ എന്തോ സുഖമില്ല എന്നൊക്കെ അയാൾ കൃത്യമായിട്ട് പറഞ്ഞു. അയാൾ സ്വാഭാവികമായിട്ട് അയാളൊരു ക്യാരക്ടർ എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ വന്നിരുന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സത്യേട്ടൻ്റെ അകത്തൊക്കെ ഉണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തോ 1-2 ചോദ്യം ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു. പിന്നെ അകത്തു വന്നും എന്നോട് ഒന്നും സംസാരിക്കില്ല. അയാൾ ശരിക്കും ഒരു നാണം കുടുങ്ങിയ. അങ്ങനെ അയാളൊരു സദസ്സിലൊക്കെ ചെന്നാൽ അയാൾ സിനിമ ലോകം കഴിഞ്ഞാൽ അലിക്കറിയില്ലേ, ആവശ്യമില്ലാത്തൊന്ന് വെറുതെ കയറി സംസാരിക്കണം, കൂടുതൽ സംസാരിക്കുന്ന ക്യാരക്ടറല്ല അയാൾ വന്നു. ഞാൻ പിന്നെ ഈ ഫോട്ടോ കണ്ട് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞങ്ങളാ കാണുന്നത്, സിനിമയിൽ ആദ്യമായിട്ടാണ് മോഹൻലാൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ. അത്ര അയാൾ വളരെ ലേറ്റായിട്ട് വർത്താനം. അയാൾക്ക് ഇങ്ങനെ പൊതു സ്റ്റേജിൽ നിന്നാലും മമ്മൂട്ടി പ്രസംഗിക്കുന്ന പോലെ ഒന്നും സ്റ്റേജ് പ്രസംഗിക്കുക അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതും കണ്ടതല്ലേ. പിന്നെ അയാൾ എന്തൊക്കെ ചീത്ത വിളിച്ചത്, അയാൾ ഇത് തല കൊടുത്തില്ല, മുഖം കൊടുത്തില്ല, ഒളിച്ചോടി എന്നിട്ട് അങ്ങനെയൊക്കെ പറയണം. നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് കയറ്റിച്ച മോഹൻലാൽ, മമ്മൂട്ടി. നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണം. അത് ദൈവം പ്രതിഷ്ഠ ഒന്നുമല്ല, പക്ഷെ ഒരു ഇഷ്ടമുള്ള സാധനങ്ങളില്ല. നമുക്ക് പല സമയത്തും പല മൂടും തന്ന ആളുകളാണ്, പല സിനിമകളുടെ രൂപത്തിൽ അല്ലേ. അവരൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ജനം തള്ളി പറയാ ചാനൽ, അതൊന്നും ശരിയല്ല. അതൊക്കെ ഭയങ്കര മോശം. ഈ കേസ് പെണ്ണുങ്ങൾ നിന്ന മുഖ്യമന്ത്രിൻ്റെ നിലപാട് ഇനി 1 കോടി ചെലവാക്കുമെന്ന്. ഇപ്പോൾ ആക്കി 1 കോടി ചില്ലാനോ ഹേമ കമ്മിറ്റിക്ക് അതാര് കൊടുക്കും? അത് അടയിരുന്നു. അതിന് നമ്മളെ പൈസ നടന്മാരൊക്കെ നമ്മളെ മോഹൻലാൽ, മമ്മൂട്ടി, ഞാനും അലിയൊക്കെ കൊടുക്കണം, മുഖ്യമന്ത്രിയൊക്കെ കൊടുക്കണം നികുതി തന്നെ. 1 കോടി ചില്ലറ റുപ്യ. ഇനിയിപ്പം പുതിയ ഇത് വന്നാൽ 1 കോടിക്ക് പുതിയ അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കണം. അപ്പോൾ ഈ പെണ്ണുങ്ങളൊന്നും ഇനി മാറ്റി പറയാൻ സെറ്റിൽമെൻറ്റിനൊന്നും പോകാനൊന്നും പാടില്ല. പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ശിക്ഷ അനുഭവിക്കൽ നിർബന്ധം ചെയ്തോല്. അതിനാരായാലും എന്ത് ചെയ്യണോ,
ഈ കേസ് നില എന്തിനാലും ഇതിലിങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ പാവപ്പെട്ട പെണ്ണുങ്ങൾ അഭിനയിക്കാനൊക്കെ വരുമ്പോൾ ഓലെ മറ്റേ ഓരോന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഇത് ആവശ്യമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഓലെ മൈൻഡ് ചെയ്യാതെ വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണോ? ശിക്ഷിക്കപ്പെടുന്നതാണ്, അന്വേഷണം വേണം. പക്ഷെ അതതിൻ്റെ സമയങ്ങളിൽ പറയണോ? കുറേ കാലം കഴിഞ്ഞ് ഒരു പരിപാടി റൗണ്ടൊക്കെ കഴിഞ്ഞ് ലോകിയൊക്കെ കഴിഞ്ഞ് എല്ലാ തമാശയും കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ വണ്ണപ്പം ചുട്ടൊക്കെ കളിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണത്? ഇപ്പോൾ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ഫേസ്ബുക്കിലൊക്കെ വരെ നന്നാക്കി പറയാം. കല്യാണം കഴിഞ്ഞതിന് മറ്റേ അങ്ങനെ പറഞ്ഞിട്ടല്ലോ, വിവാഹ വാർഷികത്തിന് ഭയങ്കര ജയസൂര്യൻ്റെ ഭാര്യനെ അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ. അപ്പോൾ എന്തിനാ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ എന്തിനാ ആദ്യം ഇതിട്ട് ഇതിൻ്റെ മുന്നേ ഇത് ആയി ഇതിനായിട്ട് മുന്നേ അപ്പോൾ അത് അന്വേഷിക്കണ്ടേ? അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തിരിച്ചും മറിച്ചും ചോദിക്കണ്ടേ? അപ്പോൾ അവർ പറയണത് ഞാൻ പറയണത് എന്നാ തെളിവെന്ന്. അതെങ്ങനെ അപ്പം നമുക്ക് ജീവിക്കണ്ടേ? ഓരോ ആങ്ങൾക്കും ഓർക്ക് ആണുങ്ങൾ ഓരോ ഭർത്താവ് അച്ഛൻ ആരെങ്കിലുമൊക്കെ ആണുങ്ങൾ ഓരോ ജീവിതത്തിൽ കടന്നു പോയിണ്ടാവില്ലേ? ജന്മം നൽകിയ ഒരാളുണ്ടാവും, ഒരാൾ കടന്നു പോയിണ്ടല്ലോ. അച്ഛൻ ഉറപ്പല്ലേ കടന്നു? അച്ഛൻ്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞല്ലോ, ആ പാവം എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കണം, ഈ നിയമം ഈ തെളിവുകളോടുകൂടി തെളിയിക്കപ്പെടണം. ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കണം, പിന്നീട് മാറ്റരുത്, പിന്നെ മാറ്റാൻ പാടില്ല. അത് അതാ ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീക്ക് നീതി കിട്ടൽ നിർബന്ധം. അത് ആരെ പേരിലായാലും നമ്മൾ മേടിച്ചു കൊടുക്കും, ഞാൻ നീതി വാങ്ങിക്കൊടുക്കും അവർക്ക്. അപ്പോൾ ഓരൊരിക്കലും ഇതിന് തളരാൻ പാടില്ല. പോകാൻ പാടില്ല. ഓർക്കൊരു ഇൻസ്പിറേഷനായിട്ട് ഒരു മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പിന്നാലെ ഇങ്ങനെ കേസായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കേസ് മാത്രം, വേറെ ഒരു ഇടപാടും വേറെ ഓരോ വിളിക്കാനോ ഒരു ചീത്ത പറയാനോ ഒരു കമൻറ്റ് കൊണ്ടുപോലും ഞാനോലെ ഉപദ്രവിക്കാനോ മുന്നിൽ പോകാനോ നിൽക്കില്ല. ഒരു കോഴിക്കോടുള്ള സ്ത്രീയാണ്, ഞാൻ അതിനോലെ വൈത്താലെ പോകാനോ പിന്നാലെ പോകാൻ നിൽക്കില്ല. കോടതിൻ്റെ ഭയങ്കര വിശ്വാസമുണ്ട്, അത് സുപ്രീം കോടതി വരെ പോകും. അതാണ് ഈ കാര്യത്തിൽ ഓരോ കൂടെ നിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കൂടെ പറയാനുള്ളത് എനിക്കൊന്ന് ഉപ്പടെ കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകാറുണ്ടായിരുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒത്തിരി സ്ത്രീകളെ കാണാറുണ്ടല്ലേ, ഒത്തിരി സ്ത്രീകൾ പഴയ നടിമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ ബന്ധമുള്ള ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയൊക്കെ ഉപ്പാടെ പേരിൽ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്കും അറിയാം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അന്ന് നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പോയേക്കണാണല്ലോ, നമ്മളും പോയിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ സംഭവങ്ങൾ എന്തെങ്കിലും ഉപ്പ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ടോ മോനെ എന്നൊക്കെ വല്ല ഉപ്പ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു ഉപദേശമോ ഇല്ല. ഞാൻ കണ്ട പെണ്ണുങ്ങൾ ആരൊക്കെയാണെന്നറിയാം. ഒന്ന് ഉപ്പ സജീവ നാടക നടന ഉപ്പ. ഇപ്പം എൻ്റെ കൂടെ ശാന്താദേവി, നമ്മളെ ശാന്തടുത്തി മനസ്സിലായി. പിന്നെ ശാരദേച്ചി, കോഴിക്കോട് ശാരദ. ഇവരൊക്കെ പപ്പേൻ്റെ ഒക്കെ വീട്ടിലാണെങ്കിലും അവിടെ ഒരു സീറ്റ് അടിച്ചിരിക്കും, എല്ലാവരും കൂടി വട്ടിട്ടിട്ട് സീറ്റ് അടിച്ച് വീട്ടിൽ ജോലിയാക്കിയിട്ട് നാടക റിഹേഴ്സലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ നാടകത്തിനൊക്കെ പോവുകയാണെങ്കിൽ അന്ന് ടെമ്പോ വണ്ടിയൊക്കെ ഉണ്ടാവും, ടെമ്പോ വേനെ പോയ അങ്ങനെയൊക്കെ പോവാം. അതിൽ ആയിഷാത്ത വരെ, നമ്മൾ നിലമ്പൂർ ആയിഷാത്ത വരെ കണ്ടു പഠിക്കേണ്ട ആയിഷാത്തിനൊക്കെ ഈ സ്ത്രീകൾ, ഇങ്ങനത്തെ സ്ത്രീകൾ കണ്ടു. ആയിഷാത്ത പണ്ട് തട്ടടാതെ നടന്ന്, അല്ലെങ്കിൽ അന്ധകാലത്ത് മുസ്ലിം സ്ത്രീ നാടകം എന്നൊക്കെ പറയുന്ന ഒരുപാട് പീഡനം അനുഭവിച്ച സ്ത്രീയാണ്. പിന്നെ കമ്മ്യൂണിസം പറഞ്ഞതെന്ന്, പിന്നെയാണ് ആ സിനിമ മിനിമം കണ്ട ആയിഷാത്തുണ്ടോ മനസ്സിലാവും. അത്ര കുട്ടിക്കാലത്ത് ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനത്തെ ഒരു പീഡനമില്ല, നാടകവും കുട്ടിക്കുപ്പായൊക്കെ അഭിനയിച്ച് നടന്നിട്ട് ആ ആയിഷാത്തൊക്കെ ഒന്നും ഒരു കുന്തു ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടു പഠിക്കേണ്ട ആയിഷാത്തിനൊക്കെ അല്ലെങ്കിൽ ആ സിനിമ എടുക്കണം. ആയിഷാത്ത് ഒരു 10 മിനിറ്റ് ഒരിങ്ങനെ, അതാണ് ഇതിൻ്റെ സുഖം. ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൽ ഒരു ടൗണിൽ സാധനം വാങ്ങാൻ പോകും, വീട്ടിൽ നിന്ന് ഒരു ലീവ് അനുവദിച്ചിട്ട് അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു ആളുകൾക്ക് മനസ്സിലാവും ആയിഷാത്തിനെ. അപ്പം മനസ്സിലാവുമ്പോൾ എല്ലാവരും പാടെ കൂടുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും ഒരു മലയാളി എന്നുള്ള ഭയങ്കര അഭിമാനം, കണ്ണെന്ന് വെള്ളം വന്നാണ് സീനാണ്. അതൊരു കലാകാരിക്കല്ല, കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. എന്ത് ഭംഗിയിലാണ് അവതരിപ്പിച്ച്. അതാണ് ആയിഷാത്ത. ആവണം ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വരണം. അങ്ങനെയുള്ള ആളുകളെ കൂടെ ഒപ്പനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാൾ പരാതി പറഞ്ഞതോ വേണ്ടാത്തതോ പറഞ്ഞോ കേട്ടില്ല. ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വളർന്നപ്പോഴൊക്കെ എന്തെങ്കിലുമായിട്ട് വരുമ്പോഴത്തിന് ഇപ്പോൾ ഒരു 10 വരെ മോശമായി മനസ്സിലാവും. പക്ഷേ ഈ ഇത് മറക്കും എന്നുള്ളവർ മനസ്സിലാക്കണ്ടേ. ജനതൊക്കെ മറക്കൂ. ഇനി കളിച്ചാൽ എന്ത് കുറ്റവാളിയായാലും അടുത്ത പടം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഞാൻ കാണും, അതിലും കാണും, ആരും കാണും. ഇപ്പം നമ്മളിപ്പോൾ ആരൊക്കെ പ്രതികളായിട്ട് എന്തിനൊക്കെ കയറി ഇറങ്ങിയാലും നല്ലൊരു പടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുത്ത് കാണുക തന്നെ ചെയ്യും. അത് ആ ലോകം ഉപ്പൻ്റെ കൂടെ ഒരുപാട് ആൾ ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ കലാഭവൻ മണിയൊക്കെ പുറത്തിറങ്ങി ഡാൻസൊക്കെ ചെയ്യും ആളുകളെ കൂടെ കണ്ടാൽ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, അപ്പോൾ ഒരു ലേസം സീരിയസ് ആയിട്ടായിരിക്കും. അപ്പോൾ വണ്ടിയിൽ ഫോട്ടോ എടുക്കാൻ പാന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുക്കും. ഒന്ന് ഇറങ്ങുമെന്ന് നോക്കിയപ്പോൾ ഇപ്പം ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു തവണ അപ്പനോട് ചോദിച്ച്, ഒരിങ്ങനെ പറയണല്ലേ ഇനിയിപ്പോൾ ഇത് ചാറടിക്ക് എടുത്തു കൊടുത്തോടെ, ഇനി വണ്ടി എടുക്ക് എന്ന് പറഞ്ഞു.
അപ്പോൾ എന്താ അപ്പോൾ അതിനിപ്പൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ സിനിമ ഒരു 150 200 കൊടുന്ന് കണ്ടാൽ ആ സിനിമ തുടങ്ങി കഴിഞ്ഞ് അത് ആസ്വദിച്ച് അതിന് നമുക്ക് അന്നേരം ടെൻഷനോ ബേജാറോ എന്താണ്ട് അതൊക്കെ എന്താവുമ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് മറക്കൂ. നരസിംഹത്തിന് ഇൻ്റർവെല്ലിന് രഞ്ജിത്തേട്ടൻ പണ്ട് പറഞ്ഞ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ 2 തല്ല്. മോഹൻലാൽ ഇന്ദുചൂടനായിപ്പോയത് ആരാധകന് അറിയാതെ. അതൊന്നല്ലല്ലോ ലോകോ. ഞാൻ തന്നെ ആ സിനിമ ഞാൻ കാണുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് ആ സിനിമേൻ്റെ മേത്തുനിന്ന് എന്ത് ചെയ്യണോ ഇറങ്ങിപ്പോണം. പിന്നെ അത് മറ്റേ സെൽഫി എടുത്ത് അറ്റെടുത്ത് പോണോടത്തും കഥ വിളിച്ചറിഞ്ഞ് അതൊന്നല്ല. ഇത് ഒരു വിഭാഗം ജോലി ചെയ്യണ്, അതൊരു അപരവാളികളിൽ വരുന്നു, അത് വേറെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം അത് കാണുന്നു കഴിയുന്നു. ബസ് അതിൻ്റെ പിന്നാലെ നടന്ന പോലെ തലയെ കയറ്റി കൊണ്ടെടുക്കാൻ പാടില്ല. അത് പാടില്ല എന്നിപ്പോൾ പൂർണ്ണമായ അഭിപ്രായമുള്ള ആളാണ്, ഞാനും അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ അവസാന സമയങ്ങളിൽ ഞാൻ കുറേ നാൾ മുമ്പ് മരിക്കുന്ന കുറേ നാൾ മുമ്പ് കൊച്ചിയിൽ ഷൂട്ടിന് ഞാൻ പോയാണ്. ഇപ്പോൾ അവിടെ ഒരു ഷൂട്ട്, ആ പേരെനിക്ക് മറന്നു, പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ച് നിന്നായിരുന്നു എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞു ഇപ്പോൾ അഭിനയിക്കാതിരുന്ന സിനിമയിലാണ് ഹരിശ്രീകൃഷ്ണൻ അഭിനയിച്ചത്. ആ സിനിമയുടെ പേര് എനിക്ക് മറന്നുപോയി. ആ പടം വേറൊരു പടം, അത് ഹരിശ്രീകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഉപ്പ മരിച്ചപ്പം ഇത് എടുക്കാൻ പോയി പറഞ്ഞു. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അശോകനാക്കി പറയാൻ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പടം. അശ്വൻ ചേട്ടൻ തന്നെ ഓപ്പണുണ്ട്. അപ്പോൾ സജീവമായിരുന്നു ഉപ്പ. സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന സമയത്താണ് ഉപ്പാട് ഒരു വേർപാട് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ വേർപാട് ഒത്തിരി തളർത്തി, നിങ്ങളെയൊക്കെ തളർത്തിയിട്ടുണ്ട്, നമുക്കറിയാം. ഒത്തിരി തളർത്തി. അന്ന് ഒത്തിരി വിവാദങ്ങൾ വരെ വന്നു. അമ്മയിൽ നിന്നും ആരും വന്നില്ല എന്ന് വലിയ വിവാദമാണ്. അന്ന് തന്നെ കബറടക്കി വരുമ്പോൾ തന്നെ മറുപടി കൊടുത്താണ്. പിന്നീട് അത് വലിയ രീതിക്ക് വാർത്തയാക്കാൻ എല്ലാവരും ശ്രമിച്ചിരുന്നു. അത് നിങ്ങളൊരു നിലപാടായിരുന്നത്. നിങ്ങളൊരു നിലപാടിൽ അതൊന്നും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് നിങ്ങൾ അതിൻ്റെ ആർജവത്തോടു കൂടി എടുത്തു. ഉപ്പയെ സ്നേഹിക്കുന്നവർ ഉപ്പയ്ക്കെടുത്ത് വരുമായിരുന്നു. ഉപ്പയെ സ്നേഹിക്കാൻ വരാത്തവർക്ക് ഉപ്പ മനസ്സിലവർക്കൊണ്ട് വരാൻ കഴിയാത്ത സാഹചര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞതാണ്. അത്തരമൊരു സംഘടനയാണ് അമ്മയെന്നാണ് ഞാൻ കാണുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് താരസംഘടന അമ്മ എന്ന് പറഞ്ഞ അമ്മയിൽ ഇപ്പോൾ കൂട്ടരാജി സംഭവങ്ങൾ സംഭവിച്ചുള്ളൂ. താങ്കളൊരു സിനിമ കുടുംബത്തിലാണ്, ഇപ്പോൾ ആക്ടറാണ്. അത്തരമൊരു കൂട്ടരാജി വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇനി ഉണ്ടാകുന്ന ഒരു തലപ്പത്തേക്കുള്ള വരവിലൊക്കെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വരണം, ചെറുപ്പക്കാർ വരണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ടോ? അതെന്താണെന്നറിയാം, ആദ്യം ഒന്ന് പറഞ്ഞുതരാം. സിനിമ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചൊരു സാധനമുണ്ട്. എപ്പോഴും മമ്മൂട്ടി മോഹൻലാലിൻ്റെ വീട്ടിൽ മുകേഷും മമ്മൂട്ടിൻ്റെ ഗണേശൻ എല്ലാം കൂടി ഒരു വീട്ടിൽ ചോറ് വെച്ച് ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. ഒരു സിനിമ കഴിഞ്ഞാൽ അത് പിരിച്ചു വിട്ട് പിന്നെ അതിൽ 5 ആൾ 5 പടത്തിലേക്ക് പോകും. ചിലപ്പോൾ 2 ആളോ 3 ആളോ ഒരു പടത്തിലുണ്ടാവും, അവിടെ അവർ കാണും. ഇത് ശരിക്ക് ഒരു കൂലിപ്പണി പോലെ ഒരു 5 ആൾ വന്ന് ഒരു സിനിമ അല്ലെ 10 40 ആൾ 30 ആൾ ഒരു ടീമുണ്ടാവും. അടുത്ത പണി അടുത്ത പടത്തിന് പോവുക ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഫോക്കസ് ആയിട്ടൊരു പരിപാടിയൊന്നുമില്ല. പിന്നെ എറണാകുളത്ത് എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് കാണാൻ പറയാം, ഒരു ഹബ്ബ് എന്നുള്ളതിലേക്ക് കാണാം എന്നൊക്കെയുള്ള സംവിധാനമുള്ളൂ. പിന്നെ എന്നും മലയാള സിനിമൻ്റെ ഏറ്റവും മുന്നിൽ നമ്മൾ മനസ്സുകൊണ്ട് കണ്ടതും കേരള ജനത മലയാളി എല്ലാത്തോലും കണ്ടതും മമ്മൂട്ടി മോഹൻലാലാണ്. അത് ഈ ഗാലക്സിൻ്റെ 2 സൂര്യൻ തന്നെ, ഒരു മാറ്റമില്ല. ആ 2 സൂര്യന്മാരുള്ള തർക്കം ഓരമ്മിൽ ഒരു തർക്കമില്ല. ഓരോ പേര് പറയണമല്ലോ. അപ്പം മമ്മൂട്ടിൻ്റെ പേര് വരുത്താൻ മോഹൻലാലിൻ്റെ ആരാധകരും മോഹൻലാലിൻ്റെ പേര് വരുത്താൻ മമ്മൂട്ടിൻ്റെ ആരാധകരും എന്ന് പറഞ്ഞ മാതിരിയൊക്കെ നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ 2 നല്ല ഐക്യമുള്ള 2 സൂര്യന്മാർ തന്നെ ഈ ഗാലക്സിൻ്റെ. ഇത് 2 ഉണ്ടെങ്കിൽ എല്ലാം നടക്കുകയുള്ളൂ, അല്ലാതെ നടക്കൂല. മുന്നിൽ നിൽക്കാൻ ഇത് ഇനിയിപ്പോൾ ഒരു ചക്രം കഴിച്ച് ഇനി മുന്നിലെ ചക്രം ബാക്കിലെ ചക്രം മുന്നോട്ട് മാറ്റിയൊക്കെ ഇടല്ലാതെ ഇതിൽ പെണ്ണൊന്നും മുന്നിൽ വരില്ല. ഇനിയിപ്പോൾ മറ്റേ കുഞ്ചാക്കോ ബോബിൻ്റെ പേര്, മറ്റേ പൃഥ്വിരാജിൻ്റെ പേര്, ഒരാൾക്കും എതിരില്ലാത്ത 2 ആൾ ഇവർ 2 ആളാണ്. സുരേഷ് ഗോപിനെ പറ്റുമോ? ഇവർക്ക് ഒന്നായിട്ട് ദിലീപിനെ പറ്റുമോ? പറ്റില്ല, മെമ്പറല്ലേ ഇപ്പോൾ. അല്ല, ഇനിയിപ്പോൾ ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും നടക്കണ പരിപാടിയല്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആവഹിക്കും. പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പം പറഞ്ഞല്ലോ, ഇടവേള ബാബുവിനോട് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിന് മെമ്പർഷിപ്പ്? 4 സിനിമയിൽ ഡയലോഗ് അടുക്ക അഭിനയിച്ചാലാണ് അലി ഏതൊക്കെ പറഞ്ഞില്ല മെമ്പർഷിപ്പ് എടുത്തോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ എടുക്കേണ്ടത്? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അമ്മൻ്റെ മെമ്പർ എന്നുള്ളവർക്ക് എന്ത് വരും? നാട്ടുകാരോടൊക്കെ പറയാം അമ്മൻ്റെ മെമ്പറാണ്, അമ്മൻ്റെ മെമ്പർ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഉള്ള സദസ് പോയിട്ട് ഓലൊക്കെ പറയണ മാതിരി എന്ത് വാനപ്രസ്ഥോ ഈ നരസിംഹോ പണ്ട് സൈനോ പൊന്തമ്മാട ഇതൊക്കെ അഭിനയിച്ച മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ടേ ഈ പത്രം കമ്മീഷണറൊക്കെ അഭിനയിച്ച സുരേഷ് ഗോപിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ഈ 30 സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോഴും മോശമായി മനസ്സിലാവാത്ത ആർട്ടിസ്റ്റുകളാണ് ഇത് ചോദിക്കുന്നത്, മെമ്പർഷിപ്പ് ചോദിക്കുന്നത്. എന്തിന്? 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് ഈ പായസം വിൽക്കണവർക്ക് എവിടുന്നാ 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റുക? ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഇവർ പറഞ്ഞിട്ടല്ലോ, ഞാൻ പായസം വിറ്റിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് എന്ത് ചെയ്യണത്?
2 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം, നമുക്ക് പൈസ മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ? ഇതിന് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള സദസ്സിൽ പോയിരുന്നിട്ട് മമ്മൂട്ടിന് മോഹൻലാലിന് കൂടി മീറ്റിങ്ങിന് കൂടിയത് പറയാനോ? അതിനൊക്കെ എന്ത് ഭംഗി, എന്ത് അന്തസ്സാണല്ലോ അതിനൊക്കെ കാണുന്നവർ. ആ മെമ്പർഷിപ്പ് എടുക്കണമെന്നില്ല. എന്തിനാ മെമ്പർഷിപ്പ് എടുക്കണ്? അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റൊക്കെ ഒരു അമ്മയെ നമുക്ക് ഇത് വരികയാണ്, നിങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നല്ല പ്രവർത്തനം, കൈനീട്ടം ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഞാൻ 150ഓളം ആർട്ടിസ്റ്റൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ 5000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. അത് ഇന്നസെൻ്റ് ഉള്ള പപ്പക്ക് ഇത് ചെയ്തതാ. ഇപ്പം 23 ഏപ്രിൽ 26 മരിക്കണേ. പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ ആ പൈസ വന്നില്ല ഇപ്പൻ്റെ പൈസ. അപ്പോൾ 150 പേർക്ക് മാസം പൈസ കൊടുക്കണത് എവിടുന്നാണ് വരുന്നത്? ഈ ആർട്ടിസ്റ്റുകൾ കൊടുക്കണ ലെവിയും മറ്റുള്ള പ്രോഗ്രാമുകളും ഒക്കെ തന്നെ അതിലേക്ക് തന്നെ ഫണ്ട് ഉണ്ടാക്കണത് തന്നെയല്ലേ. ഒരു മമ്മൂട്ടി മോഹൻലാൽ ഇല്ലാത്ത അമ്മൻ്റെ ഒരു ഷോ ഉണ്ടാക്കി നടക്കില്ല. മമ്മൂട്ടി മോഹൻലാലും ഇല്ല, ഞാൻ വേറൊരാൾ എത്ര റുപ്യ കൊടുക്കും? ആ എമൗണ്ട് ഇതിന് ചിലപ്പോൾ എടുക്കാൻ ആളുണ്ടാവും. കാരണം ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഉറപ്പുണ്ട്, പക്ഷേ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടില്ല. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് മലയാളത്തിൽ എല്ലാവരും മധുസാർ അടക്കം കൂടി സെറ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വലിയൊരു പൈസ വരാം. ആ പൈസ ഈ 150 രൂപ കഴിഞ്ഞ പ്രളയത്തിന് 40 ലക്ഷം വരെ എമൗണ്ട് കൊടുത്തില്ല. ഇപ്പോൾ അത് കൊടുക്കാൻ അപ്പോൾ അമ്മ എങ്ങനെ കൊടുക്കണ്? അമ്മേൻ്റെ അടുത്ത് പൈസ ഉണ്ടാക്കണ്ടേ? അടുക്കി പറയാൻ പോലെ ഒരു തള്ളക്ക് 10 മക്കളുണ്ടാവും, പന്തിരു കുലം തന്നെ. അതിലൊരുത്തനുണ്ടാവും നാരായണത്ത് ഭ്രാന്തനാവും, ഒരുത്തൻ വേറെ കോലത്തിലാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്മക്കാരല്ല, അതിലുള്ള കുറച്ച് ആളുകൾ. അങ്ങനെ എന്തൊക്കെ സംഘടന നമ്മൾ കുറ്റം പറയണോ? എന്തൊക്കെ സംഘടന രാഷ്ട്രീയത്തിൽ എത്ര, എല്ലാത്തിലും മതത്തിലില്ലേ എത്ര ആളുകൾ? നന്ദകുമാർ ക്രൈമിൻ്റെ ആരൊക്കെ പറ്റി പറഞ്ഞിരിക്കണ്? അയാൾക്ക് ഭ്രാന്താന്ന് എല്ലാവരും പറയാം. അയാൾ പറഞ്ഞ ഒരുവിധമൊക്കെ സത്യങ്ങളില്ലേ? എന്തൊക്കെ സത്യം? എനിക്കറിയുന്ന സത്യങ്ങളൊക്കെ നമ്മൾ കേട്ടതും കണ്ടതൊക്കെ അല്ലേ. അപ്പോൾ അത് അടുക്കി പറയാൻ പാടില്ല ആരെയും. ഒരു സ്ത്രീനും അടുക്കി പറയാൻ പാടില്ല, നടന്മാര് അമ്മനെ അടുക്കി പറയാൻ പാടില്ല. അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞ ഉപ്പ മരിച്ചതിന് ശേഷം കൈനീട്ടം വന്നിട്ടാണ് മരണത്തിന് ശേഷം കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല, കൊടുക്കണ്ടല്ലോ. ഇപ്പല്ലേ മെമ്പർ, ഇത് സർക്കാർ ജോലിയല്ലല്ലോ ഭാര്യക്കും കുട്ടിക്കും കൊടുക്കാൻ. ഒരു കുറച്ച് ആളുകൾ കൂടിയ ഒരു മേഖല. നമുക്ക് ഇങ്ങനെ സിനിമ നടന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണോണ്ടാ? അങ്ങനെ അല്ലല്ലോ. ഇതുവരെ മരക്കമ്പനി ആണെങ്കിലോ അവിടെ ഉള്ള ജോലിക്കാർ. അപ്പോൾ നാടക കമ്പനി ആണെങ്കിൽ എല്ലാം ഇപ്പോൾ ലുലുവിൻ്റെ സ്റ്റാഫുകൾ മാത്രമാണെങ്കിൽ, അപ്പോൾ അവിടെ ഉള്ള കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ കുറച്ച് ആളുകൾ ഓരോ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അത്. എല്ലാ നാട്ടുകാർക്ക് ഇങ്ങനെ ചീത്ത വരെ ഉണ്ടാക്കിയതല്ല അമ്മ. അത് ഓൽക്ക് മറുപടി പറയുന്നില്ല, ആരും ഇൻ്റർവ്യൂ കൊടുക്കില്ല. എന്തിനും ഇൻ്റർവ്യൂ കൊടുക്കാക്കണം? എന്തിനും പേടിക്കണോ? ആരെ പേടിക്കണോ? ലാലേട്ട് പിന്നെ അങ്ങനെ ഇതായിട്ടാണ് മമ്മൂട്ടി വന്നില്ലാട്ടുണ്ട്. ഓല് വരും, ഓർക്ക് സൗകര്യം ഓല് വരൂ, അല്ലെങ്കിൽ ഓല് വരില്ല. മമ്മൂട്ടി ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് കുറിപ്പ്, മുകേഷിന്റെ വൈത്താല വണ്ടി ഇട്ടുണ്ട്. എന്തിനോടണം? അയാൾ വേണമെങ്കിൽ അയാൾ പറയുന്നു, അയാൾ പ്രതിയാണ്, അയാൾ കുറ്റാരോപിതനാണ്. ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കല്ലേ ചെയ്യുക. കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടണോ? അതിൽ വേറെ അതൊന്നുമില്ല, അത് ചെയ്യന്നെ വേണം. അതിൻ്റെ ഇടയിൽ പിന്നെ എന്ത് പാടില്ല? പായസം കുടിച്ചതും മസാല അടിച്ചതൊന്നും പാടില്ല. ഉണ്ടായ മുതൽ ഇന്ന് വരെ പിന്നെ ഓലെ മുതലൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ആ കേസ് കൊടുക്കുക, അതിനൊരു എത്ര എളുപ്പത്തിൽ കേസും കൊടുക്കണം. ഇതൊക്കെ കാലം കഴിഞ്ഞ് പോയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത്. 10 കൊല്ലം മുന്നുള്ള കേസാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നു. ഇപ്പം എൻ്റെ 10 വർഷം മുമ്പേ. അതെ 10 വർഷം മുമ്പ് എവിടാന്ന് പോലും അറിയില്ല. അഡ്രസ്. ഏറ്റവും വേദന ഉണ്ടായ ഒരു അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ സിനിമാ ലോകത്തൊന്നുമില്ല. പിന്നെ ഇപ്പം എൻ്റെ ചെറുപ്പകാലൊക്കെ ഇപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണല്ലോ. ഞാൻ ഇപ്പം ഒരു പുസ്തകമുണ്ട്, 2 പുസ്തകമായിട്ടുണ്ട് ഇപ്പം ഒരു ക്യാരക്ടർ കുറേ സമയം എടുക്കും. മുപ്പൻ്റെ ക്യാരക്ടർ കുട്ടിക്കാലം മുതൽ ഞാൻ പറയും ഒരുപാട് പട്ടിണിയും ബേജാറൊക്കെ. ഇപ്പം എൻ്റെ 2ാം വിവാഹം കഴിച്ചിന്, ഒരു ജ്യേഷ്ഠനും ഇപ്പം മാത്രം. പിന്നെ വീണ്ടും ഈ കുടുംബത്തിൽ ശരിയായിട്ട് വന്നപ്പോഴാണ്, വല്യാപ്പ ശരിയായി വന്നപ്പോഴാണ് ഇപ്പം ഉണ്ടാവണത്. 2 ആൺകുട്ടികൾ, അപ്പുറത്ത് ഒരു പെണ്ണും 2 ആണും. അതിലൊരാൾ മരിച്ചു. ഇവിടെ ഇപ്പം എൻ്റെ ജ്യേഷ്ഠനെ മരിച്ചു. വല്യാപ്പ 2 പെണ്ണിട്ടുണ്ട്. അന്ന് മുതൽ കഷ്ടപ്പാടല്ല. പിന്നെ മൂത്താപ്പ എന്തെങ്കിലും പണിക്ക് പറ്റൂ. പിന്നെ ഇപ്പം ഇങ്ങനെ SLC വരെ ഇപ്പം അന്ന് തള്ളി പഠിച്ചത്. ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇപ്പം ഇങ്ങനെ മനോരമ പ്രിന്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ ഭയങ്കര ക്ലിയർ ആയിട്ട് ചെയ്താൽ. മരത്തുമ്പിൽ ഇങ്ങനെ അടിയാളം കൊത്തലൊക്കെ അതൊക്കെ ഇപ്പോൾ ചെയ്യും. പിന്നെ ഇപ്പൻ്റെ അങ്ങനെ പട്ടിണിയും ബേജാറും പ്രാരാബ്ദമൊക്കെ 6 മാസം കൂപ്പിൽ പണി ഉണ്ടാവും. മഴ ഇല്ലാത്ത കാലത്ത് മരം ഇളക്കാൻ പോകും. ബാക്കിയുള്ള 6 മാസം നാടകം പരിപാടി. ഇപ്പം സമസ്തയിൽ ജോലി ചെയ്തിരിക്കുന്നു, സുന്നിൻ്റെ. പിന്നെ അതുപോലെ നാടകം വേണോ സമസ്ത വേണമെന്ന് വെച്ചാൽ ഇപ്പം നാടകം മതിയെന്ന് പറഞ്ഞിട്ട് ആശാത്ത പറഞ്ഞ പോലെ നാടകം മതിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന. പിന്നെ ഒരാളെ കച്ചറുണ്ടാക്കാൻ അൽമുണ്ടാക്കാൻ അതിനൊന്നും പോകില്ല, കൂടുതൽ സംസാരിക്കില്ല, ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ ഒരു സഹവാസം ബന്ധങ്ങളൊക്കെ
കോഴിക്കോട് ലോകം കണ്ട ആള് പേരെടുത്ത് പറയുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ട്. കോഴിക്കോട് ബൈക്കോദർശർക്കായാലും കേട്ടിയാലും ഇവരൊക്കെ എനിക്കറിയാം. ഞാനിപ്പോൾ എൻ്റെ അടുത്തിൽ പല പ്രാവശ്യം പേരെടുത്തൊക്കെ പോയിട്ട് എനിക്ക് ഒരുപാട് ശീലമുണ്ട് ഇവരൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വേജാറ്. ഇപ്പം എൻ്റെ പട്ടിണി കാലം ഇപ്പം കല്യാണം കഴിച്ചപ്പോൾ ഉമ്മൻ്റെ സാരി കൊണ്ട് ഇപ്പൊക്ക് സെറ്റ് അടിച്ചു കൊടുത്തിക്കണ്. ഉമ്മക്ക് ടൈലറിങ് അറിയാം പണ്ട്. അങ്ങനെയുള്ള പണ്ടൊരു വീട്ടിൽ ടൈലർ ഉണ്ടാവും പറഞ്ഞ മാതിരി ആ ഉപ്പക്ക് ഉമ്മൻ്റെ സാരി കൊണ്ട് ഇത് അടിച്ചു കൊടുത്തിക്കണ്. ഉപ്പൻ്റെ കല്യാണത്തിന് വേറൊരാൾ ചെരുപ്പിട്ടിട്ട് ആ കല്യാണത്തിന് വന്നെന്നൊക്കെ ഇപ്പം ആ പുസ്തകത്ത് പറയുന്നത്. അതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കണത്. ഇപ്പോൾ പറയുന്നു. പിന്നെ ഇപ്പൊക്കെ ഒരു ഉമ്മൻ്റെ എടുത്തേനു ഒരു വീട്ടിൽ ഇപ്പം ജ്യേഷ്ഠനും ഉമ്മൻ്റെ എടുത്തേ. അപ്പോൾ ഇപ്പം ഉമ്മനോടൊക്കെ പറയുമല്ലോ. ഇപ്പം ഉമ്മനോട് പറയും മറ്റേ നല്ലപോലെ ആയിട്ടുള്ള രണ്ടാളും ജീവിക്കുമ്പോൾ ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വരെ പറ്റിയില്ല. അതായത് ഇപ്പൊക്കെ സൗകര്യമൊക്കെ വരുമ്പോൾ ഒരില്ല, ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല ഏറ്റവും ഒന്നും. എന്താണ് ഇങ്ങനെയൊക്കെ ഇല്ല. ഇപ്പോൾ ഒരു 40-45 വയസ്സിൻ്റെ ശേഷമാണ് സിനിമാ നടനാവുന്നത്. ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇപ്പം സിനിമാ നടനായിക്കുന്നു. പിന്നെ 90 ഞാൻ SLC കഴിയുമ്പോൾ ഇപ്പം റാംജിറാവ് അഭിനയിച്ചിരിക്കണേ തിരക്കിലിക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 15 വയസ്സായ മുതൽ ഞാൻ ശരിക്കും ഒരു സിനിമാ നടൻ്റെ മോനാ. അപ്പോൾ ശിവാജി ഗണേശൻ പറഞ്ഞ മാതിരി പ്രഭു നല്ലോണം കൊടുക്കും, ശിവാജി ഗണേശൻ കൊടുക്കില്ല എന്നൊരു കഥ ഉണ്ടല്ലോ. ഇപ്പം 7ക്ക് പുറത്ത് ഞാൻ പൈസക്കാരനൊക്കെ പുറത്തെന്ന് പറഞ്ഞ പോലെയാണിത്. അങ്ങനെയാണ് ഇപ്പം ഒരുപാട് അനുഭവിച്ചത്, ഒരുപാട് കഷ്ടപ്പാടും. അതിപ്പോൾ അറിയും ചെയ്യാം. ഇപ്പോൾ ഒരു 300 റുപ്യേൻ്റെ സെറ്റ്, സാധാരണ ചെരുപ്പ്, സാധാരണ ലൈഫ്, കാറിന് അങ്ങനെ മുഞ്ചു വേണമെന്നൊന്നുമില്ല. ഏത് വണ്ടി ഓട്ടോറിക്ഷയൊക്കെ പോവുക വരിക ഒന്നും ചെയ്യില്ല. ഒരു പക്ക ക്ലിയർ മെമ്പറാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇപ്പോൾ മരിച്ച സമയത്തൊക്കെ ഇപ്പോഴും ഉണ്ടായി. ഞാനൊരു 6 മാസം വരെയൊക്കെ ഭയങ്കരമായിട്ട് വെറുതെ ദേശം പിടിക്കും. അങ്ങനെ അടങ്ങിയിരുന്ന് യാസീനൊക്കെ ഓതി തോരുന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥന തന്നെ. പിന്നെ എനിക്ക് വല്ലാതെ പ്രശ്നം. ഞാനിങ്ങനെ ആവശ്യമില്ലാതെ കച്ചറിയും വർത്താനൊക്കെ പിന്നെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു വരും. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അയാളൊരു ഗുളിയൊക്കെ തന്നിട്ട് ഇപ്പം ഞാൻ അങ്ങനെ ദേശം പിടിക്കാതൊക്കെ നടക്കുക. ഒരു അങ്ങനെയൊക്കെ എനിക്കൊരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടായിന്. എനിക്ക് എൻ്റെ ഫുള്ള് ലൈഫിൻ്റെ ഒരു തണൽ, ഒരു കൺട്രോൾ വാപ്പേന്. വാപ്പ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള മാതിരി ആയിപ്പോയി. അങ്ങനെ ശീലിച്ചു പോയതാണ്. ഞാൻ തന്നെ ഇനി മുന്നിൽ 15 വയസ്സായപ്പോൾ ബാങ്ക് സ്ഥലമെടുക്കാൻ പോക്ക് വാങ്ങലൊക്കെ ഞാൻ തന്നെ ആയപ്പോൾ ഞാൻ ഈ ഒരു സൗകര്യം അറിയാതെ ആ ഒരു ലോകത്ത് കണ്ടുപോയി, ജീവിച്ചു പോയി. എനിക്കിങ്ങനെ വേറൊരു വഴിക്ക് വരുമാനം വരുന്നതിനെ ചിന്തിച്ചില്ല. അത് വല്ലാത്തൊരു വിഷമം എനിക്കുണ്ടായി. ഉള്ളത് കറക്റ്റ് പറയാം. ആ തണലായ ഉപ്പാക്കെതിരെയാണ് ഒരു ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അതൊരു എന്നിട്ടും ഞാനൊരാഴ്ച ക്ഷമിച്ചു. 21 പറഞ്ഞിട്ടും 27 ഞാൻ കേസ് കൊടുക്കണം. പക്ഷെ എനിക്ക് അല്ലാതെ വിഷമമായത് എന്താ വെച്ചാൽ ആ കേസ് ന്യൂസ് 18കാർ പിൻവലിച്ചപ്പോഴാണ് വിഷമമായത്. അത് പാടില്ല ഇനി. കാരണം അത് വേണ്ടിനി. നമ്മൾ കരുണാകരനെ കുറ്റം പറഞ്ഞ നമ്മൾ കേട്ടില്ലേ, നായനാരെ കുറ്റം പറഞ്ഞ ആളുകളില്ലേ, ഇന്ദിരാഗാന്ധിനെ കുറ്റം പറഞ്ഞ നല്ലത് പറഞ്ഞ ആളുകളില്ലേ. കുറ്റം പറയാത്ത ആരാ ഇന്ത്യയിൽ ജയിച്ചു പോയത്? പ്രവാചകനെ കുറ്റം പറയില്ലേ? ഇന്നും പറയുന്നില്ലേ പ്രവാചകനെ? വേറൊരു വർഗീയതൻ്റെ എല്ലാണെങ്കിലും പ്രവാചകൻ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് എൻ്റെ പ്രവാചകന് ഒരാളെങ്കിലും ഒരാളപ്പുറം ചീത്ത പറയേണ്ടത് കുറ്റം. അപ്പോൾ കുറ്റം പറയാതെ ആരുമില്ല. ദുനിയാവിൽ ആരും ജയിച്ചു പോയില്ല. ആരും അങ്ങനെ പ്യൂറായിട്ട് എല്ലാവരും നന്നായിട്ട് പറഞ്ഞ ഒരു ഇമാമും ഓടിയും ജീവിച്ചു പോയില്ല. ഇപ്പം അങ്ങനെ ജീവിച്ചു വരച്ചത് അതിൻ്റെ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ, ഞാനങ്ങനെ ഫീൽ ചെയ്ത് പറയാം, അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ അവർക്കൊന്ന് പൊരുത്തപ്പെടുന്നു. മരിച്ചു പോയല്ലോ, ഇനി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇല്ല, ഈ ശിക്ഷിക്കാൻ കഴിയില്ല, ഇല്ലല്ലോ, ഇനി പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അയാൾ പോട്ടെ, സാരില്ല, അന്ന് മരിച്ചു പോയല്ലോ, ആ മാവുക്കെങ്കിൽ എന്നൊക്കെ പറയണ്ടല്ലോ അവിടെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടുന്നുണ്ട് അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയോ? ഒരുപാട് ആളിനോട് പറഞ്ഞു ഒന്ന് അങ്ങനെ ഉണ്ടേനെങ്കിൽ പൊരുത്തം, ആരും ഉണ്ടേനെങ്കിൽ ഉണ്ട്, അങ്ങനെയല്ലേ. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാൻ ഓർക്ക് പറയില്ല, പിന്നെ ഞാൻ ഇതിനെ പൊരുത്തപ്പെടുന്നു. അപ്പോൾ ഒരു കേസ് നീതി മേടിച്ചു കൊടുക്കും, നീതി ഞാൻ വാങ്ങിക്കൊടുക്കും. അതാണ് ഏറ്റവും ചലഞ്ച്. ഓരോ തളരാൻ ഞാൻ സമ്മതിക്കില്ല. ഓരോ ബാക്കിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ആ സ്ത്രീക്ക് നീതി വേണം, നീതി വേണം. ആ സ്ത്രീക്ക് നീതി കിട്ടണോ, ഇതിലെല്ലാ പെണ്ണുങ്ങൾക്കും നീതി കിട്ടണോ. നാളെ ഒരു സ്ത്രീക്കും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ദോഷം വരാൻ പാടില്ല. അതിനിവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഇപ്പോൾ ഇതിൽ സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ വനിതകളുണ്ടല്ലോ, ഇവർക്കൊക്കെ എല്ലാവരും എന്ത് ചെയ്യണോ, നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് ഈ വിഷയമായിട്ട് വന്ന സ്ത്രീകളെല്ലാം നമ്മളെ സമീപിക്കാം, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാം. ഓരോ നമ്മൾ സമൂഹം ശരിക്കും എന്ത് ചെയ്യണോ, ഓരോ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഓരോ സഹായിക്കണം. ഓർക്ക് നമ്മളൊരു ഈ ഫിറോസ് കുന്ന് പറമ്പിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓർക്ക് ഏതറ്റം വരെ കേസ് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഓരോ സഹായിക്കണം. കാരണം ഒരു പീഡിതരാണ്, ഓരോ നമ്മൾ സംരക്ഷിക്കൽ നിർബന്ധമാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഇവർ കുറ്റാരോപിച്ച ആളുകളെ പേര് നമുക്കറിയാലോ, നമുക്ക് പറഞ്ഞൂടെ?
ഇപ്പോൾ നാലഞ്ച് പേര് ഇപ്പോൾ സിദ്ദിഖ എത്രയോ കാലമായിട്ട് സിനിമയിലുള്ള ആളാണ്. സിദ്ദിഖാൻ്റെ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ട സിദ്ദിഖാൻ്റെ ഒരു ബോൾഡ് ക്യാരക്ടറാണ് സിദ്ദിഖ കാണാൻ. അയാൾ നേരിട്ട് സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടൊക്കെ അറിയില്ല നേരിട്ട് സ്വഭാവം. പക്ഷേ ഇനി സിദ്ദിഖാക്ക് ഇതിൽ നിരപരാധിയാണെങ്കിൽ ഇനി എന്തൊക്കെ കാക്കേണ്ടി വരും? സുപ്രീം കോടതി വരെ പോകില്ലേ? അതിനുള്ള സാമ്പത്തികവും സൗകര്യങ്ങളും അയാളെടുത്തിൽ അയാളെ സഹായിക്കാനാളില്ലേ? ജയസൂര്യക്കില്ലേ? മണിയമ്പിള്ള രാജു ഇല്ലേ? ഇവര് പോകൂലേ? ഇവരൊക്കെ എവിടെ വരെ പോവും? ഇവർ നിരപരാധിയാണെന്ന് ഓരോ കുടുംബം ഓരോ വേണ്ടപ്പെട്ടവരും അവരൊക്കെ നിരപരാധിയാണെന്ന് തന്നെ അവർ പറയാം. ആണെങ്കിൽ അല്ലെങ്കിൽ ഒരങ്ങനല്ലേ പറയുള്ളൂ, ഞാനങ്ങനല്ലേ പറയണത്. എൻ്റെ വാപ്പ നിരപരാധിയാണെന്ന് ഞാൻ പറയണ വാപ്പ മരിച്ചു പോയതുകൊണ്ടല്ലേ, മരിച്ചു പോയി എന്നല്ല എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന മനസ്സവരെ കയ്യിലല്ലേ. അപ്പോൾ അവരങ്ങേയറ്റം വെളിച്ചത്ത് നിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഏതറ്റം വരെയും പോകും. അപ്പോൾ അതുവരെ അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എതിരാളികൾ ശക്തരാണ്, ഇവർക്ക് ഇത് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെ നമ്മൾ സമൂഹം എന്ത് ചെയ്യണോ? വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ വേറൊരു ന്യൂസ് കിട്ടിയാൽ എല്ലാവരും കൂടി അതിൻ്റെ കാര്യത്തിൽ ശുരൂര് കഴിഞ്ഞ് മുണ്ടക്കൈ കഴിഞ്ഞ് ഇപ്പോൾ അമ്മയിൽ വന്ന് അമ്മയെന്ന് തൽക്കാലം പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല, അമ്മയിൽ വന്ന് ഇനിയിപ്പോൾ ചാടാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ കേസ് അങ്ങനെ കിട്ടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൈ ചെയ്യാൻ പാടില്ല ഓരോ കൂടെ ചാനലുകാർ ഇങ്ങനെ തന്നെ നിൽക്കണം. ഓരോ കൂടെ മോഹൻലാലോ മറ്റില്ല ആരായാലും ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരെ നമ്മൾ നിൽക്കണം. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി അഭിനയിക്കാനും ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാനും അഭിനയിക്കാനും വേണം. നമുക്കൊരു പെണ്ണുങ്ങളില്ലാത്തൊരു സിനിമനെ പറ്റി ചിന്തിക്കാൻ വരെ പറ്റില്ല. സ്ത്രീകളെ ഇല്ലാത്ത സിനിമകൾ കുറേ വിജയിച്ചിരിക്കണ്. ഇപ്പോൾ നായികമാരില്ലാതെ ഇപ്പോൾ 3-4 പടം മമ്മൂട്ടിൻ്റെ പ്രമേയം പോലെ 2-3 പടം വിജയിച്ചു. അങ്ങനെ ആവരുത്, നമ്മൾ തള്ളി പറയാൻ പാടില്ല. സ്ത്രീ സാന്നിധ്യം എല്ലായിടത്തും വേണം. കാരണം എൻ്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ 3 ആൺകുട്ടികളെ എനിക്ക് 3 മക്കളെ പെറ്റത് എൻ്റെ ഭാര്യ ഒരു സ്ത്രീ ആയതുകൊണ്ട്, എൻ്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ട്, ബാപ്പൻ്റെ അമ്മ സ്ത്രീ. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ നല്ലത് നമ്മൾ കണ്ടുപോയതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കണം, ഈ സ്ത്രീ സമൂഹം നിലനിൽക്കണം. അതിനാരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞോർത്തൊന്നുമില്ല. പക്ഷേ കേസ് വിജയിച്ചേ പറ്റുള്ളൂ. അത് മുഖ്യമന്ത്രിയോടുള്ള പ്രത്യേക അപേക്ഷയാണ്. മുഖ്യമന്ത്രിയും പൊതുജനും ഈ പീഡിതരായ അതിജീവിതമാരോടൊപ്പം നിന്നിട്ട് ഓരോ പത്രക്കാരും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ കൂടിയിട്ട് ഈ കേസ് മുന്നോട്ട് നടത്താൻ നിൽക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പേര് പറഞ്ഞ ആളുകളൊന്നും സാമ്പത്തികമായിട്ടോ പ്രശസ്തിയോടൊന്നും മോശമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ ഒരു വിജയിക്കട്ടെ, എന്നിട്ട് ഉഷാറാവട്ടെ. ഞാനിപ്പോൾ ഇത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വഷളാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ അലി വിളിച്ചപ്പോൾ നമ്മൾ വേറെ കുറേ വിഷയം നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ പറയാൻ വേണ്ടി ഇരുന്നതാ. ഇത് ഞാൻ കേസ് കൊടുത്തോടുകൂടി എൻ്റെ വിഷയം തീർന്നു. സിനിമ അഭിനയിക്കുമല്ലേ ഇപ്പോൾ? ഒരു സിനിമ ഈ ജാഫർക്ക വിളിച്ചു, അതിലൊക്കെ കഥ പറയട്ടെ. ജാഫർക്ക വിളിച്ചിട്ട് ജാഫർ ഇടുക്കി വിളിച്ചിട്ട് ഒരു പോക്കൻ തന്നെ പടത്തിന് പോയത്. അപ്പോൾ അതിൽ CI ആയിട്ട് വിളിച്ച് അതിനെ CI ആയിട്ട് അഭിനയിച്ചപ്പോൾ കുറേ സീനുണ്ട്. ഇനി ഒച്ചുംപുളി ഓടുന്ന സീനും ചാടുന്ന സീൻ. അപ്പോൾ എനിക്കിത് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ആവശ്യത്തിനുള്ള ചെറിയ ഡയലോഗും ചെറിയ സെറ്റപ്പൊക്കെ മതി, നിൽക്കണതും തിരിയണതൊക്കെ മതി, വലിയ ഇതൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ CIൻ്റെ താഴത്ത് SIയും മറ്റേ ASI ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ വീതം വെച്ച് സീനൊക്കെ. അങ്ങനെ വേറെ കയ്യില്ലല്ലോ, വേറൊരു ആർട്ടിസ്റ്റിന് അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ പടത്തിൽ അങ്ങനെ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന വലിയ രക്ഷപ്പെടുത്തിയപ്പോൾ ഞാൻ ആ സിനിമ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഒരു 5-6 സീനായിട്ട്. അപ്പോൾ എന്ത് വേഷമാണ്? ഒരു CI പോസ്റ്റ് പോലീസ് വേഷം. ആ പടം 1 മാസം കൊണ്ടൊക്കെ വരേക്കും. പിന്നെ 2-3 പടം പറഞ്ഞിരിക്കണം. മഴ കഴിയാനൊക്കെ കാത്തിങ്ങനെ. പടത്തിൽ സജീവമാവണോ? ഇനി പടത്തിൽ സജീവമാകാൻ തീരുമാനിച്ചു. നല്ല സുഖമാണ്. സജീവമായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നു കാണും, അല്ലെങ്കിൽ ആരും അറിയില്ലല്ലേ. ഞാനിവിടെ ജീവിച്ചിരുന്നുള്ള ഒരു അഡ്രസ്സ് ചെയ്യണ്ടേ, എൻ്റെ ഒരു സൈന് ഒരു കയ്യൊപ്പ് ഇവിടെ വേണ്ടേ. ഇപ്പം മരിച്ച ആരും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു സിനിമ നടനായാലും അത് വാക്കിക്കൂ. മറ്റേ നിസാർ ജീവിച്ചിരുന്നു കുറേ കാലം കഴിയുമ്പോൾ പറയും. പിന്നെ കുറേ പൈസ, പ്രശസ്തി, വലിയ വണ്ടികൾ, വാഹനം. ഇപ്പം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ സിനിമ അഭിനയിച്ചു, സിനിമയിലേക്ക് സജീവമാകാൻ പോകുന്നു. വൈഫൊക്കെ ഈ പല വിഷയങ്ങളൊക്കെ അറിഞ്ഞു. അല്ല, ഓർക്കൊന്നും. അപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ പിന്നെ സിനിമയ്ക്ക് പോവാണോ? അങ്ങനത്തെ പ്രശ്നമൊന്നും ഓർക്കില്ല. അതിപ്പോൾ ആകെ ഇപ്പോൾ ഞാൻ LLB എന്നൊരു സിദ്ദിഖ് സാർ ഒരു പടത്തിൽ 2 മിനിറ്റ് അഭിനയിച്ചു, രാഷ്ട്രീയക്കാരൻ. അന്ന് ഞാൻ പോകുമ്പോൾ ആ ഷൂട്ടിങ്ങിന് ഒപ്പുണ്ട്. ഇപ്പം പിന്നെ ഒപ്പല്ലേ ഇനി. അപ്പോൾ ഞാനിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒപ്പം അവിടെ ഉണ്ട്. അമ്മ അങ്ങനെ തലേന്നൊറ്റ പറഞ്ഞ അമ്മ. പിന്നെ സംഭവം സിനിമക്കാണ്. ഞാനിത് കുറേ കാലത്ത് തിന്നൽ തുടങ്ങിയിട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ നിൽക്കണം എല്ലാവരോടും. 2 സിനിമ കഴിഞ്ഞാലൊരു സ്വഭാവമുണ്ട്. പിന്നെ കാരവന് ഓല മൈൻഡ് അതൊന്നും വേണ്ടട്ടോ. ഇപ്പൊക്കെ ഒന്നും ആ സ്വഭാവമില്ല. ഇപ്പൻ്റെ ഒന്നല്ല, മമ്മൂട്ടിക്ക് ഒരു ചെക്കുണ്ട്, ദുൽഖർ എന്ന് പറഞ്ഞിട്ട് പാവാ.
അത് മോഹൻലാലിനൊരു ചെക്കുണ്ട്, ഓരോന്നും എന്ത് കാണിക്കണില്ല, ഒരഹങ്കാരമൊന്നും കാണിക്കില്ല. അപ്പം അങ്ങനൊന്നും ആരും പറഞ്ഞു കേൾക്കരുത്, അഭിനയിക്കാൻ പോണക്കണ്ട മര്യാദയ്ക്ക് നിൽക്കണം, വാപ്പനും കൂടി നാറിക്കരുത് എന്നല്ല. അങ്ങനെ ഒരു ഉപദേശം ഉമ്മ തന്നല്ലാതെ ഇപ്പം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ആ ഒരു ഉപദേശം നേരത്തെ തലയിൽ കയറ്റിക്കുന്നു. അപ്പം സിനിമയിലും സജീവമാവുകയാണ്. ആര് വിളിക്കണം നീ, പലരും വിളിച്ചാൽ വേറെ 2 പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2-3 പടം പറഞ്ഞിരിക്കണ്. മഴയൊക്കെ കഴിഞ്ഞാൽ തുടങ്ങാൻ എങ്ങനെയുണ്ട്? നമുക്കൊരു ധൈര്യം. ആൾക്ക് അങ്ങനെ പോയിക്കോളൂ, പറയണ വേഷം ചെയ്യാൻ നോക്കുള്ളൂ. ഇത് തന്നെയാണോ ഇതല്ലേ നല്ലത്. എനിക്ക് ഇഷ്ടമൊക്കെ ഉപ്പൻ്റെ പഴയ പടം, ഉപ്പ ഒടുവിൽ ഒപ്പിടനൊക്കെ ചെയ്ത സാധനങ്ങളില്ലേ, ഒരു പ്രത്യേകിച്ച് ഇന്ന ഇതാന്ന് പറയാതെ അവിടെ ഇവിടെയൊക്കെ പൊന്മുട്ടിടുന്ന റാവ്, അങ്ങനെ കുറേ പടങ്ങൾ പോവില്ല. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ആ ഒരു 10 മിനിറ്റായി എത്രയോ കാലം നിന്നില്ലേ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനം, അങ്ങനത്തെ സാധനം വന്നാൽ മതി. അതാണ് ഇഷ്ടം, അതാണ് സുഖം. ഇപ്പം നമ്മൾ കേസിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവണവർക്ക് മനസ്സിലാവണം, എല്ലാത്തവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഇപ്പം നമ്മൾ കേസിൻ്റെ പറഞ്ഞില്ല, ഒരുവിധ ആൾക്കാർക്കൊക്കെ എനിക്ക് മനസ്സിലാകാൻ പറഞ്ഞത് എന്താ, ചിലർക്കൊക്കെ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവാത്തവർ പറയുന്നത് ആ കുട്ടി വളരെ മാന്യമായിട്ടാണ് പറയുന്നത് അറിയും, വേറെ ഒരു കൂട്ടർ മനസ്സിലാവണവർ പറയുന്നത് വളഞ്ഞ ആളാണ്, അങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ അതിന് പറയാം. നീതി നടപ്പാവണം, അത് തന്നെ നിർബന്ധം, അതിലൊരു അപ്പീലും ഇല്ല. എനിക്ക് സിനിമയിൽ ചാൻസും കിട്ടണം, എനിക്ക് ജയിക്കണമല്ലോ. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം. ഞാൻ ആരോടെങ്കിലും ഇത് വേറെ ഒന്നും ഉണ്ടായില്ലേ, നമ്മൾ രാവിലെ ബാഗൊക്കെ എടുത്ത് സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്തുള്ളല്ലേ ഈ കൽപ്പണിക്ക് പോകണവന്, രാവിലെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു പണിൻ്റെ പേര് വേണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ആശുപത്രി പണിക്ക് പോകണമല്ലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കൊള്ളസംഘത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞ പോലെ ആവും സിനിമക്ക് ഇനി ഇറങ്ങുമ്പോൾ. ഇനി ഭാര്യ ചോദിച്ചു എങ്ങോട്ടാ പോകണം നോക്കണം കേട്ടോ, കണ്ടോ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ സ്ത്രീകളുള്ള പടാകുമ്പോൾ നമ്മൾ പ്രത്യേക എഴുതി വാങ്ങണം, അല്ലെങ്കിൽ ഒരു 3 മീറ്റർ വിട്ട് നിന്നിട്ട് അഭിനയിക്കേണ്ട അവസ്ഥ വരിഞ്ഞുള്ള കാലം. ഇങ്ങനെ പോയാൽ എങ്ങനെ വിശ്വസിച്ച് കയറും? പെണ്ണുങ്ങളില്ലാത്ത പടം ഉണ്ടാവുമോ? ഉണ്ടാവുമെങ്കിൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വളരെ ശ്രദ്ധിച്ച്. ഒരു ഭയം എപ്പോഴും വേണം നമുക്ക്. ഇതിലൊരു തിരുത്തവും ഉണ്ടാവണോ, ഒരു ശുദ്ധീകരണം വേണം. അത് ഒരു വഴി വെച്ചിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അതുണ്ട് നിർബന്ധം. പക്ഷെ അത് വരേണ്ട രീതിയിലായില്ല വന്നത്, വേറെ എന്തൊക്കെ കോലത്തിലായിപ്പോയി. പലതും പറഞ്ഞു. കാരണം പരാതി പറഞ്ഞ പോലെ പേരിൽ മറ്റേ ആഘോഷിക്കുക. അപ്പം വേറൊരു ഇതുണ്ടല്ലോ, ഒരു വീഡിയോ ഉണ്ട്, അത് ശരിക്ക് ഈ പരാതി പറഞ്ഞ സ്ത്രീ ഇസ്ലാം മതത്തിലേക്ക് ഡ്രസ്സിങ് കണ്ട് ഇസ്ലാം മതത്തിലേക്ക് വരുന്നതും, ഒരു ഉംറ ചെയ്യണതും, ഖുറാൻ ക്ലാസ് മാതിരി ഇതെടുക്കുന്നതും, പിന്നെ ഡാൻസ് പാട്ടുന്ന അയാൾ ശരിക്കും നല്ല ഭംഗിയിൽ നല്ല വൃത്തിയുള്ളൊരു വീഡിയോ തന്നെ. ആ പേര് ഓർമ്മിച്ചാൽ ഞാൻ വാട്സാപ്പിൽ അതിന് നോക്കിയാൽ അതിനൊത്തിരി ഡാൻസും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പരാതി വന്ന ആളുകളെ പറ്റും സർക്കാർ പഠിക്കണം. പരാതിക്കാരും പഠിച്ചിട്ട് വേണം കേസെടുത്ത് ജാമ്യം ഇറങ്ങട്ടെ, എന്തെങ്കിലും അന്വേഷിക്കട്ടെ. പ്രതികൾ മുങ്ങാൻ പാടില്ല. പ്രതികളെപ്പോൾ നമ്മളെ ഇതിൽ ഇപ്പോൾ കേസെടുത്തിട്ട് ജാമ്യം ഇറങ്ങിയിട്ട് അവരൊക്കെ 2 ആളെ ജാമ്യത്തിൽ ഇങ്ങനെ നമ്മളെ കയ്യെത്തും ദൂരത്ത് നിൽക്കണം, കയ്യോ ചെയ്യാൻ പാടില്ല. എന്നിട്ട് കേസ് നടക്കട്ടെ, അന്വേഷിക്കട്ടെ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ നിർബന്ധമായിട്ട്. അത് എന്ത് കാര്യത്തിലും നിർബന്ധമായിട്ടും. അല്ലാത്തവർക്ക് കയ്യോ കൊള്ളം കാര്യക്കാരനാകാൻ പാടില്ലല്ലോ. ജീവിക്കാൻ എല്ലാവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ ആ സ്ത്രീക്ക് നീതി കിട്ടട്ടെ. ഇപ്പോൾ വന്ന് പറഞ്ഞ എല്ലാവർക്കും നീതി കിട്ടട്ടെ. അതിനുള്ള പോരാട്ടമാണ് അതിനുള്ള പോരാട്ടമല്ല എന്റെ കാര്യത്തിൽ. ബാക്കിയുള്ള പോലെ വയ്ക്കാറുണ്ട്. ഞാൻ ഇവരെ നമ്മൾക്ക് എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ച്, ഞാൻ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ നേരം വെളുത്ത ഉറങ്ങിണീക്കുക, അടുത്താക്ക് പണി കൊടുക്കുക. ഇതന്നെ പരിപാടി. നേരം വെളുക്കുമ്പോൾ മറ്റേ ഒരു ചാനലിൽ പറഞ്ഞു രാവിലെ ആലോചിക്കുകയാണ് ആരക്കാ വരുന്നതെന്ന് കാത്തിക്കാല്ലോ ആങ്കർ, ആരക്കാ വരുന്നത്. അങ്ങനെയാണോ കാത്തിക്കേണ്ടത്? നാളെ നല്ലൊരു നേരം വെളുക്കട്ടെ എന്നല്ലേ പറയണ്ടേ? ഇന്നത്തെ ദിവസം പോട്ടെ, ഏതായാലും തല്ലിപ്പൊളിയായി, ഇന്നത്തെ ദിവസം അല്ല മെനാത്ത ദിവസം അങ്ങനെ പോയി നിൽക്കാം. ഇനി നാളെ നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമല്ലേ, നല്ല ദിവസം സമാധാനമായിട്ട് എണീച്ച് നല്ലൊരു സ്വസ്ഥതയുള്ള ജീവിതം നമുക്ക് കിട്ടണം. മത്സരം ജീവിക്കാൻ മാന്യമായ രീതിയിൽ, ഒരാളെ ഉപദ്രവിക്കാതെ, ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അയാൾ ജീവിച്ചു പോയി. അങ്ങനെ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോയി എന്ന് കേട്ടതാണ് ഞാൻ എൻ്റെ വാപ്പനെ. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കോലത്തിലും ചിന്തിക്കാതെയും പരാതി, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതാണ് ഇങ്ങനെ ഒരു പരാതി കേൾക്കണം. അത് ശരിക്കും ഷോക്കായത് എനിക്ക്, എൻ്റെ കുടുംബത്തിന്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പിന്നാലെ പോണതും. പിന്നെ അവർക്ക് നീതി കിട്ടണം, അവർ ചെയ്താൽ. എൻ്റെ വാപ്പാന്നല്ല, കേസ് ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു തീരുമാനം വരണം. അത് നമ്മളെ ആവശ്യമാണ്. തെളിയിക്കപ്പെടണം.
അപ്പം ഞാൻ എന്തായാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പറയാം. തെളിയിക്കട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആമീൻ. എന്തായാലും സമയക്കുറവുണ്ട്. നമുക്ക് ദീർഘമായ ഉപ്പായുടെ യാത്ര നമുക്ക് ഒരു സംഭവം ചെയ്യണം. പല എപ്പിസോഡായിട്ട് ചെയ്യേണ്ടതാണ്. അത് ഒത്തിരി പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. ഇഷ്ടംപോലെ ഒരു യാത്ര, ഉപ്പ ജീവിച്ച കാലഘട്ടങ്ങളും ഉപ്പായുടെ സിനിമാ വിശേഷങ്ങൾ, ഉപ്പ എന്ന് പറയുന്ന കഥകളും എല്ലാം പറയാൻ നമുക്ക് ഒരു ദിവസം ഉള്ളിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് ഷൂട്ട് ചെയ്യാവുന്ന ഒരു അവസരം ഉണ്ടാകട്ടെ. എന്തായാലും ആർജവത്തോട് മുന്നേറുക. എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്. ആ സംസാര രീതി തന്നെ ഇഷ്ടമാണ്. എല്ലാവരും പറയണ്ടല്ലേ എന്താ, ഞാനുള്ളത് തന്നെ പറഞ്ഞാണ്. എനിക്ക് താങ്കളോട് ബഹുമാനം തോന്നിയത് ഉപ്പ മരിച്ചപ്പോൾ ആരും വന്നില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് കൃത്യമായി മറുപടി കൊടുത്തപ്പോഴാണ് മാമുക്കയുടെ മകനായി മാറിയതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അത് ഒരു ആർജവത്തോടെ പറഞ്ഞു. ഒരു വിവാദങ്ങളും വേണ്ട എന്നതിലേക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആ കബറടക്കി വരുമ്പോൾ തന്നെ മറ്റേ നമ്മുടെ ഇവിടെയൊക്കെ കയ്യാലെന്ന് പറയും, വെട്ടുകല്ല് വെച്ച് അവിടെ ഇരുന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ മറ്റായിരുന്നു അന്നുണ്ടായിരുന്നു. അവരോട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ശരിക്കും ശ്രദ്ധിച്ച ഒരാളാണ്. അത് പിന്നീട് ആർക്കും വിവാഹം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഒത്തിരി ആളുകൾ വന്നുകൊണ്ട് ഈ വീട്ടിൽ ഡെയിലി ചാനലുകൾ വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു വിവാദം പോലെയാവുന്നത്. പക്ഷെ അത് മനസ്സുറച്ച് പറഞ്ഞ കുടുംബമാണ് നിങ്ങൾ. ആ കുടുംബമാണ് നമുക്ക് നോക്കായ എവിടെ ഇരുന്ന് കാണുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും എവിടെ ഇരുന്ന് കാണുന്നതെല്ലാം നീതി ലഭിക്കട്ടെ, പോരാടുക, കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.